ഹലോ സുഹൈൽ, ഹലോ മാം. ഞാൻ ഓഡിബിൾ ആണോ? ആ മാം ഓഡിബിൾ ആണ്. ഓക്കെ. എല്ലാരും ജോയിൻ ചെയ്തോ? അവർ ജോയിൻ ചെയ്തോണ്ടിരിക്കുക. ആ, ഞാൻ അപ്പോഴത്തേക്കൊന്ന് സ്ക്രീനൊക്കെ ഷെയർ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ മാം. സ്ക്രീൻ കാണാമോ? ആ നമുക്ക് കാണാം. ഏതൊക്കെ ക്ലാസ് കഴിഞ്ഞു? ലിയ ഉണ്ടോ? ഇല്ലേ, ലിയ ഇല്ലേ? അനക്കമില്ല ആരുടെ? തുടങ്ങിക്കോട്ടെ സുഹൈൽ. ആ തുടങ്ങിക്കോ മാം. ലിയ ഇല്ലേ? ലിയ വിളിച്ചിട്ട് എന്താ അവൾ ഇറങ്ങാത്തെ? ലിയ ഉണ്ട് മാം. എന്ത് അവള് കേൾക്കുന്നില്ലേ? മാം അവൾ ഓണാക്കി ഇട്ടിട്ട് പോയാ? ഹലോ മാം. നീ കേൾക്കുന്നില്ലേ പറയണേ? മാം കേക്കാം മാം. രണ്ട് മാം രണ്ട് നെറ്റ് ലിയ കുറച്ച് ഉള്ളതുകൊണ്ടാണോ? സ്ലോ. രണ്ട് ലിയ ഉള്ളതുകൊണ്ട് രണ്ടുപേരും വേണ്ടിയില്ലേ? രണ്ട് ലീവ് ഉണ്ട്, അതാ മാം കൺഫ്യൂസ്. ഓ, ആരെങ്കിലും ഒക്കെ വേണ്ട. ആ ഓക്കെ മാം. അതിന് മൊണോട്ടണസ് ആയിട്ട് ഞാൻ അങ്ങോട്ട് മാത്രം പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നിർത്തി ചോദിക്കാം കേട്ടോ. ഏതൊക്കെ ക്ലാസ് കഴിഞ്ഞു? ഓക്കെ. ആ, ഏതെങ്കിലും ഒരു ലിയ സഫറുള്ള പറഞ്ഞത് ഏതൊക്കെ ക്ലാസ് കഴിഞ്ഞു? എനിക്ക് ഒന്ന് ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ലിയക്ക് വരാനൊക്കെ ഇല്ല. സുഹൈല, നീ പറയ്, ഏതൊക്കെ ക്ലാസ് കഴിഞ്ഞു? മാം അനാട്ടമി ഓഫ് ഐ കഴിഞ്ഞ്, ആ, സിംറ്റമറ്റോളജി ഓഫ് വിഷൻ, ലിഡ് കഴിഞ്ഞു, ലാക്രിമൽ അപ്പാരറ്റസ്. അല്ലാത്തവരൊന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബൻസ് വരുന്നതാണ്. ഞാൻ ഓഡിബിൾ അല്ലെങ്കിൽ പറയാൻ വേണം ഇടയ്ക്ക്. ആ മാം പറയാം മാം. So good evening all of you. We'll start with cornea. So, Joseph George ഉണ്ടോ? ജോസഫ് ജോർജ് ഉണ്ടോ? ഞാൻ ചോദിക്കുന്നവരെ ഇടയ്ക്ക് റെസ്പോണ്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാനും മിണ്ടായിരിക്കും. ഉണ്ടോ ജോസഫ് ജോർജ്? വെറുതെ ഞാൻ ഇവിടെ അറ്റൻഡൻസ് തരികയല്ല. ജോസഫ് ജോർജ് ഇല്ലേ? ജോസ് പോൾ ഉണ്ടോ? ആരും ഇല്ലേ? പിന്നെ എന്തിനാ ക്ലാസ് എടുക്കണേ? മേഘ റൂബി ഉണ്ടോ? ആ, വാട്ട് ആർ ദി കോഡ്സ് ഓഫ് ദി ഐ വാൾ?
ഐബോൾ എടുത്താൽ അതിന്റെ അനാറ്റമി കഴിഞ്ഞെന്ന് പറഞ്ഞുണ്ട്. എന്താ മാം? ഐബോളിന്റെ കോട്ട്സ് ഓഫ് ദി ഐബോൾ, COATS. ഇങ്ങനെ സാധനം കേട്ടതേ ഇല്ലേ? നമ്മൾ ഐബോൾ എടുത്താൽ അതിന്റെ കോട്ടുകൾ, ഔട്ടർ കോട്ട്, ഇന്നർ കോട്ട് എന്നൊക്കെ പറയത്തില്ലേ? ഐബോൾ, വാട്ട് ആർ ദി സ്ട്രക്ചേഴ്സ് വിച്ച് ഫോം ദി ഐബോൾ? വെറുതെ എന്തോന്ന് ക്ലാസ് ഒക്കെ എടുക്കുന്നത്. കോണിയ എന്ന് പറയുന്ന ഭാഗം എവിടെ ഇരിക്കും? ആന്റീരിയർ. എഴുതിയത് നിങ്ങൾ വായിച്ചിട്ട് കാര്യമില്ല. So this is the structure of the eyeball. Just for all who have not, ഇതൊക്കെ നിങ്ങൾ പണ്ട് തുടങ്ങിയ പഠിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ വെറുതെ ചോദിച്ചതാ. ചോദിച്ചിട്ട് പിന്നെ മിണ്ടാതിരുന്ന് എന്ത് ചെയ്യും? So if you take the coats of the eyeball, there are 3 coats. You have ഇതൊക്കെ അനാറ്റമിയിൽ പഠിച്ച +2 സ്കൂൾ തുടങ്ങിയാൽ പഠിക്കുന്ന കാര്യമല്ലേ? So you have an outer fibrous coat. So this ഈ വയസ്സിൽ കാണുന്നതാണ് outer fibrous coat of the eyeball, which is formed by posterior part of it is the sclera. അതാണ് നമ്മൾ വൈറ്റ് ആയിട്ട് കാണുന്നത്. So the anterior 1/6, അതിനെ ഒരു 6 parts ആയിട്ട് ഡിവൈഡ് ചെയ്താൽ anterior 1/6 is formed by the transparent structure, which is the cornea. The cornea continues as the sclera, and the corneoscleral junction, this is what I am showing, the arrow which is pointing is the corneoscleral junction, which is called the, what is it called? It is called the limbus. So the limbus എന്ന് പറയുന്ന അനാറ്റമിക്കൽ ലാൻഡ്മാർക്ക്. നമ്മളുടെ കണ്ണ് ആലോചിച്ച് നോക്കുക, കണ്ണിന്റെ കോണിയും സ്ക്ലീറയും കൂടെ ചേരുന്ന ജംഗ്ഷനെയാണ് we call it as limbus. So that is the outer coat of the eyeball. So inner to that, which is the coat, മേഘ, അതിനകത്തുള്ള സ്ട്രക്ചർ എന്തുവാ? ബേസിക് ഐ സ്ട്രക്ചർ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഒന്നും മനസ്സിലാവത്തില്ല. പിന്നെ പറയാമോ ആർക്കെങ്കിലും? വാസ്കുലർ കോട്ട് മാം. വാസ്കുലർ കോട്ട്. പേര് പറഞ്ഞിട്ട് പറയും. അഭിഷേക്. അഭിഷേക്, വെരി ഗുഡ്. വാട്ട് ഇസ് ദ വാസ്കുലർ കോട്ട് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ? ഏതൊക്കെയാണ് വാസ്കുലർ കോട്ടിന്റെ സ്ട്രക്ചേഴ്സ്? നിങ്ങൾക്ക് അറിയാവുന്ന പറയും. അറിയോ? ഐറിസ്, സിലിയറി ബോഡി. ഉറക്കം പറയും. അടക്കം പറയുന്ന പോലെ എനിക്ക് കേൾക്കുന്നത്. ആരാ പറയണേ? മാം അഞ്ജലി. അഞ്ജലി പറഞ്ഞോ. ഐറിസ്, സിലിയറി ബോഡി, കൊറോയിഡ്. വെരി ഗുഡ്. സോ ഐറിസ്, സിലിയറി ബോഡി ആൻഡ് കൊറോയിഡ്. So this is the iris, this part, this brown structure is the iris, which continues as the ciliary body, and the ciliary body continues as the choroid. Clear ayo? So inner to that, what you have? So outer fibrous coat, the middle is the vascular coat. What is inner to that? Inner to that is the nervous layer. അപ്പോൾ ഒരു ഫൈബ്രസ് കോട്ട് ഉണ്ട്. അനാറ്റമി ക്ലാസ് എടുത്ത ആരായിരുന്നു? സുഹൈലേ? ഹലോ മാം. അനാറ്റമി ആരാ ക്ലാസ് എടുത്തേ? നീതു മാം. ശരി. ഇതൊക്കെ പറഞ്ഞു തന്നെയല്ലേ? നീതു മാം അല്ല മാം, സുഹാന മാം. ഇതൊക്കെ പറഞ്ഞു തന്നെയല്ലേ? പറഞ്ഞു. പിന്നെന്ത് ആരോടും വേണ്ടാതിരിക്കുന്നത്? അപ്പൊ ഔട്ടർ ഫൈബ്രസ് കോട്ട്, the middle vascular coat, and inner to that you have the retina. The retina has got 10 layers. retinയുടെ ganglion cells of retinയുടെ nerve fibers unite ചെയ്ത് ഫോം ചെയ്യുന്നതാണ് optic nerve. So these are the basic structure. So this is, we are concerned today, we will be talking about the cornea, which forms the outer 1/6 of the anterior 1/6 of the outer coat of the eyeball or the fibrous coat. Clear ayo? Maki continue ചെയ്യട്ടെ ഇനി. What is the importance of cornea?
കോർണിയയുടെ ഇമ്പോർട്ടൻസ് എന്തുവാ? ദാറ്റ് ഇസ് എ മേജർ റിഫ്രാക്റ്റിംഗ് സർഫസ് ഓഫ് ദി ഐ. നമ്മൾ ഒരു ഓബ്ജക്റ്റിനെ കാണണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് റേസ് ഹാസ് ടു റിഫ്രാക്ട് ആൻഡ് ഇറ്റ് ഹാസ് ടു ഫോക്കസ് ഓൺ ടു എ പോയിന്റ് ഓൺ ടു ദ റെറ്റിന. റെറ്റിനയില് ഒരു പോയിന്റിലോട്ട് ഫോക്കസ് ചെയ്ത് ഒരു ഇമേജ് ഫോം ചെയ്താലേ ആ ഇമേജ് ഓപ്റ്റിക് നെർവ് വഴി നമ്മുടെ വിഷ്വൽ കോർട്ടെക്സിൽ ചെന്നിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ പോയിന്റ് ഫോക്കസിൽ വന്ന് വീഴണമെന്നുണ്ടെങ്കിൽ ദ റേസ് ഓഫ് ലൈറ്റ് ഫ്രം ദി ഓബ്ജക്ട് വാട്ട് യു ആർ സീയിങ് ഹാസ് ടു ബി ലൈറ്റ് റേസ് ഡിഫറെന്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയ വന്നു കഴിഞ്ഞാൽ ലൈറ്റ് റേസ് വിൽ റിഫ്രാക്ട്. So you have the air and anterior surface of the cornea, then posterior surface of the cornea and the aqueous, then you have you can the structure, that is the lens, intraocular lens. So adile cornea lens ആണ് main refracting surfaces of the eye. നമുക്ക് കാണുന്ന ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് റേസ് has to be refracted by the cornea and the lens, and that is how in a normal eye your image is formed on the retina. Okay, so if you take the total power of the eye, നമ്മൾ ഒരു ലെൻസിന്റെ പവർ പറയുന്നത് ഡയോപ്റ്റേഴ്സിലാണ്, DIOPTRES, that is diopters. So if you take the total power of your normal, എല്ലാം നോർമൽ ആയിട്ട് കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. there are different So there are differences in different eyes. For a normal eye, the total dioptric power comes to around 60 diopters, 60 plus 60 diopters, of which around 45 is formed by a cornea. The rest 15 diopters is by a cornea. അപ്പോൾ 45 കൂടെ ചേർന്ന് total dioptric power of the eye is average ആണ്. Dioptric power of the eye is 60 diopters. So that is the importance of your cornea. That is a major. Corneal എന്തെങ്കിലും disease ഉണ്ടെന്നുണ്ടെങ്കിൽ your vision will be affected. Okay. So you ask for the definition. It is ഇപ്പൊ മനസ്സിലായോ പറഞ്ഞേ മേഘ? Yes, ma'am. So that is anterior 1/6 of the outer fibrous coat of the eyeball. So the junction of cornea, the posterior part is formed by the sclera. So the junction of cornea with the sclera is called the limbus. അതാണ് ഞാൻ പറഞ്ഞത്. Cornea with the sclera is called the limbus. The limbus is important because that is where you have the stem cells. കോർണിയയുടെ എപ്പിത്തീലിയൽ സെൽസ് റീജനറേറ്റ് ചെയ്ത് വരുന്നത് ഈ ലിംബസിൽ നിന്നാണ്. ആൻഡ് ദ ലിംബസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് surface landmark for many things which you study as classes are going on. Your angle of anterior chamber, glaucoma, everything is related to your limbus. So that is an important landmark. Okay. So if you take so that is the basic gross anatomy. If you take the microscopic structure of the cornea, it has got 5 layers. The 5 layers are epithelium, Bowman's layer. ഇതെല്ലാം വരയ്ക്കാൻ ചോദിക്കുന്നതാണ്. ഹിസ്റ്റോളജി ഓഫ് കോർണിയ ഞാൻ ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും കൂടെ പറഞ്ഞു പോകാം. ഹിസ്റ്റോളജി ഓഫ് കോർണിയ ചോദിക്കുന്നതാണ്. So it has got 5 layers: epithelium, Bowman's layer, stroma, decimus layer and endothelium. That is from anterior to posterior ആണ്. അപ്പൊ ഏറ്റവും ഔട്ടർ ആയിട്ട് എപ്പിത്തീലിയം, അതിനകത്ത് ബോമാൻസ്, സ്ട്രോമ, ഡെസിമസ്, endothelium. Now an Indian ophthalmologist Harminder Singh Dua, he has found an additional layer. It was an Indian who found an additional 6th layer. So that is between the decimus and the തൊട്ടുമുന്നിലായിട്ട്. It is called the pre-decimus layer, or it is called the Dua's layer. DUA apostrophe S. അതാണ് ഹർമീന്ദർ ദുവ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. So that is why it is called. In addition to these 5 layers, there is an additional layer. ചില ബുക്കുകളിൽ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ വരയ്ക്കുമ്പോൾ അതോട് വരച്ചോളാം. അത് അതാര് ഞാൻ ചോദിക്കുന്ന ആൾ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി, ബാക്കിയുള്ളവർ മ്യൂട്ട് ചെയ്ത് കൊടുക്കും. So that is pre-decimus layer. It is otherwise called the Dua's layer. Okay. ഇതാണ് കോർണിയയുടെ ലെയർ. So this is the epithelium, which is multi-layer and it is formed by stratified squamous non-keratinized epithelium. Okay. And beneath that you have the Bowman's layer. Beneath that you have a
This is not a true, അതൊരു ചെറിയ ലെയർ, thickness വളരെ കുറവാണ്. And this is a tough, even though it is not a true elastic membrane, this has some amount of elastic property, Bowman's layer. Beneath that, you have the major part of the cornea, which is called the stroma. The peculiarity of corneal stroma is that you have lamellar layers arranged. You have different structures arranged in that, and you have corneal cells which are called the keratocytes. ഈ സ്ട്രോമയിൽ lamellar arrangement ആണ് ഉള്ളത്. Lamellar arrangement is important because that is responsible for your cornea is transparent, അല്ലേ? നമ്മളുടെ കോർണിയയ്ക്ക് മലയാളത്തിൽ പറയുന്നത് എന്തുവാ? ലിയ സഫറുള്ള ലിയെ പ്രത്യേകം പറഞ്ഞു വിളിച്ചാലല്ലേ നീ പറയുന്നത്. കോർണിയയ്ക്ക് നമ്മൾ മലയാളത്തിൽ എന്താ പറയണത്? ലിയ അറിയോ നിനക്ക്? ആരെങ്കിലും ഇല്ല ma'am. പറയാം. ലിയ സഫറുള്ള ഇല്ല. സഫറുള്ള ഇല്ല. എന്നാ ലിയ സണ്ണി പറ. അറിയില്ല. എന്താ വേറെ ആരെങ്കിലും പറയും? കാരണം ഇതൊക്കെ വീട്ടിലാരെങ്കിലും ഒക്കെ ചോദിച്ചാ പറയണ്ടേ, നമ്മളോട് ആരെങ്കിലും ഒക്കെ ചോദിച്ചാ. പറയാമോ ആർക്കേലും? കൃഷ്ണമണി എന്നാണ് പറയുന്നത്. നീ പറഞ്ഞത് ഞാൻ കേട്ടില്ലല്ലോടാ. കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണോന്നൊക്കെ പറയൂലേ കോർണിയ. എന്തുകൊണ്ടാ അത് പറയണത്? കോർണിയ ഉണ്ടെങ്കിലേ നമുക്ക് കാണാൻ പറ്റൂ. ആൻഡ് ദിസ് ഇസ് എ പാർട്ട് വിച്ച് ഇസ് ട്രാൻസ്പ്ലാന്റഡ്. നമ്മൾ ഐ ഡൊണേഷൻ എന്ന് പറയത്തില്ലേ, കണ്ണ് ദാനം ചെയ്യുന്നെന്ന്. കണ്ണ് ദാനം ചെയ്യുന്ന പറഞ്ഞാൽ ഈ കോർണിയാണ് നമ്മൾ കോർണിയ മാത്രമാണ് അതിനകത്ത് എടുക്കുന്നത്, അതല്ല കണ്ണ് മൊത്തത്തോടെ എടുത്ത് വെക്കുന്നതല്ല. ഇറ്റ് ഇസ് ദ കോർണിയ അലോൺ ഇസ് ട്രാൻസ്പ്ലാന്റഡ് ഫ്രം എ ഡെഡ് പേഴ്സൺ ടു എ ലൈവ് പേഴ്സൺ ഹു ഹാവ് എ ഡിസീസ്ഡ് കോർണിയ. ഒരു നോർമൽ കോർണിയ ഡെഡ് ആയിട്ടുള്ള ഒരു പേഴ്സണിനകത്ത് എടുത്ത് കണ്ണുദാനം എന്ന് കേട്ടിട്ടില്ലേ എല്ലാവരും? അയാൾ കണ്ണുദാനം ചെയ്തെന്നൊക്കെ. അതിൽ കോർണിയ മാത്രമാണ് നമ്മൾ എടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അത് കോർണിയൽ ഡിസീസ് ഉള്ള ഒരാൾക്ക് എടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുക്കാം. കണ്ണിലെ കൃഷ്ണമണി എന്ന് പറയാറില്ലേ എല്ലാവരും? ക്ലിയർ ആയോ? സോ ദാറ്റ് ഇസ് മലയാളത്തിൽ പറയുന്ന അതാണ് ട്രാൻസ്പ്ലാന്റേഷന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി കോർണിയൽ സ്ട്രോമയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, കോർണിയൽ സ്ട്രോമയിൽ കൊളാജൻ ഫൈബ്രിൽസും അതിന്റെ സെൽസും ഉണ്ട്. ഈ കൊളാജൻ ഫൈബ്രിൽസ് റെഗുലർ ആയിട്ട് അറേഞ്ച്മെന്റ് ചെയ്ത് പാരലൽ അറേഞ്ച്മെന്റ് ആണ് ഉള്ളത്. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ലാറ്റിസ് അറേഞ്ച്മെന്റ് എന്ന് പറയും. ദിസ് ലാറ്റിസ് ഓർ പാരലൽ അറേഞ്ച്മെന്റ് ഓഫ് ദി കൊളാജൻ ഫൈബ്രിൽസ് ആർ ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ ദി ക്ലാരിറ്റി ഓഫ് ദ കോർണിയ. നമ്മുടെ കോർണിയ ക്ലിയർ ആയിട്ട് ഇരുന്നാലേ ലൈറ്റ് റേസ് റിഫ്രാക്ട് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ട് റിഫ്രാക്ട് ചെയ്തു. ഒരു പ്രോപ്പർ റിഫ്രാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ക്ലിയർ, ആൻഡ് ദാറ്റ് ഇസ് a factor which is responsible for the transparency of the cornea. Now, beneath that, you have a tough membrane of the cornea, which is a true elastic membrane, which is called the Descemet's membrane. ഈ ഡെസിനെറ്റ് മെംബ്രെയിനെ നമുക്ക് വലിച്ചു പൊട്ടിക്കാൻ ഇച്ചിരി പാടാണ്. അത് കുറച്ചുകൂടെ ടഫ് ആയിട്ടിരിക്കും. ഇഞ്ചുറീസ് ആർ മോർ പ്രോൺ ഇൻ ദീസ് ലെയർസ്. ആൻഡ് ഈ നേരത്തെ പറഞ്ഞ ഡുവാസ് ലെയർ ഹാസ് ബീൻ റീസെന്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 10 yearsനകത്താണ് അത് ഡിസ്കവർ ചെയ്തത്. ആൻഡ് ദാറ്റ് ഇസ് എ ഡെസിമെറ്റ്സ് മെംബ്രെയിൻ്റെ ജസ്റ്റ് ഇൻ ഫ്രണ്ട് ആയിട്ട് ഒരു അനദർ ടഫ് മെംബ്രെയിൻ ആയിട്ട് കൺസിഡർ ചെയ്ത്, അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്. അത് പറയുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരും. സോ ദാറ്റ് ഇസ് ഡെസിമെറ്റ്സ് മെംബ്രെയിൻ. ആൻഡ് യു ഹാവ് the innermost layer of the cornea is the endothelium. Okay, endothelium again consists of cells. So these endothelial cells are also important to maintain the clarity of the cornea. The endothelial cells always keep fluid away from the cornea. ഈ കോർണിയയ്ക്ക് അകത്തോട്ട് ഫ്ലൂയിഡ്, ഈ സ്ട്രോമയിലേണ്ട കൊളാജൻ ഫൈബ്രിൽസിന്റെ ഇടയ്ക്കോട്ട് ഈ ഫ്ലൂയിഡ് accumulate between the fibers. What will happen? The arrangement becomes irregular. So the clarity will be lost. You will not be able to see anything. So that dehydration property of the cornea is taken care of partly by the endothelial cells, which is called a sodium potassium ATPase pump
which always pushes fluid away from the cornea. What is just inside this? What is this? Just inside, beneath the endothelial cell, what do you have? aqueous humor. Hmm? Aqueous humor. You have the aqueous humor. So aqueous humor has got water. So that will accumulate. If you have any damage to your endothelial cells, the aqueous will percolate and produce corneal edema. So the clarity of cornea will be lost. So these are few points which maintain the corneal clarity. Okay. And these endothelial cells will never regenerate. That doesn't have a property to regenerate. Once it is lost, it is lost. So age causes a reduction in the endothelial cells. Any intraocular surgeries will reduce or will cause loss of few endothelial cells. And the importance of intraocular surgeries, the surgeon should be careful to minimize the endothelial cell loss to a very minimum possible. So that is the importance of maintaining corneal clarity. So if you have a difficult surgery, if you have the surgeon is not skilled in doing the surgery, if you are damaging more of endothelial cells, next day your cornea is going to remain white. Only if it is clear, your light rays will refract. When there is corneal haziness or whiteness of the cornea, the light rays will not refract and the patient will not regain any vision. So you have to be careful when you are doing surgery. Okay, so that is important. You understood the layers. So histology of cornea is a question which is asked. Diagram വരയ്ക്കാനായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. ഇതിന്റെ ലേയേഴ്സ് എല്ലാം എഴുതണം. ഹിസ്റ്റോളജിക്കൽ സെക്ഷൻ ആയിട്ട് തന്നെ വരയ്ക്കണം. അത് ബുക്കിൽ നോക്കി പഠിച്ചോളൂ അതൊക്കെ. Now, peculiarity of cornea, one, it is avascular. Avascularity means cornea is devoid of blood vessels. It doesn't have any blood vessels. Except if you see, ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ടോർച്ച് അടിച്ച് നോക്കിയാൽ ആ ലിംബസ് കോർണിയ സ്ക്ലീറൽ ജംഗ്ഷന്റെ ജസ്റ്റ് ഒരു 1 millimeter ഇന്നർ കുറച്ച് വെസൽസ് ഇങ്ങനെ വെസൽ സ്ട്രിക്സ് പോലെ കാണാം. അത് നോർമലി തന്നെ കാണാം. So those are actually conjunctival vessels. Outer to the sclera you have, so this is what I told, the sclera and the cornea. So outer to the sclera you have a layer which is called the conjunctiva. Conjunctiva also terminates at the limbus. Conjunctiva limbus terminate ചെയ്യുന്ന സ്ഥലത്ത് conjunctival vessels may slightly go up to a maximum of 1 millimeter. 1 millimeter അത് പോകത്തില്ല. If it is more than 1 millimeter vessels into the cornea, that is abnormal. Up to 1 millimeter in the periphery is normal. So otherwise, if you see vessels on the cornea, that is an abnormality. That is a diseased process. Okay. So that is about the histology. So avascularity, cornea is avascular. So this is another factor which maintains corneal clarity. But another important thing is cornea is richly supplied by nerves. The nerve supply of cornea, it has got richly supplied by sensory nerves by the ophthalmic division of the trigeminal nerve. Ophthalmic division of organ. What are the divisions of trigeminal nerve? Anatomy ഒക്കെ മറന്ന എല്ലാവരും? Ophthalmic, maxillary and mandibular. Ophthalmic, maxillary. പേര് പറഞ്ഞിട്ട് പറയുന്നത്. Arsha. Okay. So ophthalmic, maxillary and mandibular. Ophthalmic division of the trigeminal nerve ആണ്. Ophthalmic division again has got different branches. അതിലെ nasociliary branches ആണ് corneaക്ക് supply ചെയ്യുന്നത്. So cornea is richly supplied by nerves. That is why if any foreign body fall in, എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കണ്ണിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ immediately you have irritation. Any lesion on the cornea will produce severe irritation, pain, anything. That is because it is richly, whenever you have any disease of the cornea, your trigeminal nerve endings, the ophthalmic division of trigeminal nerve will be, the nerve endings will be irritated, so you'll have severe pain. All diseases of the cornea produce severe pain. Okay. So that is the importance of nerve supply to the cornea. Now, what I first told, corneal transparency. So the factors, that is another short note which is usually asked. Factors which maintain corneal transparency. So the dehydrated state of the cornea. Dehydrated state of the cornea is by the epithelial cells and endothelial cells. Epithelial cells is the anterior mouth and
Endothelial cells is the innermost. What is in front of the epithelium? Do you have anything in front of the epithelium? കേൾക്കണില്ല പറയുന്നത്. മാം ടിയർ ഫിലിം ആണോ? You have a tear film in front of the cornea. പേര് പറഞ്ഞു. ആർഷ എന്നാണോ? ആർഷ. Yes. You have a tear film in front of your cornea. That is called the precorneal tear film. Precorneal tear film is again important for a better refraction or better vision of your eye. നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ബ്ലിങ്കിങ് റിഫ്ലക്സ് വരുന്ന എന്തിനാ? The blinking reflex is to circulate your tear in front of the eye, which is important for your clarity of vision. So the epithelial corneയ്ക്ക് അകത്തോട്ട് കയറത്തില്ല അത്. So that barrier is maintained by the epithelial cells, dehydrated state. Then absence of blood vessels and pigments. You don't have pigments in the cornea. Which is the layer which has got pigments? Choroid has got pigments. So that is why it is choroid is richly supplied with the blood vessels and it has got pigments. So that is why it is called, the middle layer is called the vascular coat. Otherwise it is called the pigmented coat. അതുകൊണ്ടാണ് നമ്മുടെ iris ഒക്കെ pigmented ആയിട്ടിരിക്കുന്നത്. We have rich of melanin pigments are there. So absence of blood vessels and pigments in the cornea is a factor which maintains corneal clarity. Then the third factor is a uniform refractive index. This uniform refractive index is because of the proper regular arrangement, regular uniformly spaced collagen fibers in the stroma of the cornea. In between the collagen fibers, you have the corneal cells which are called the keratocytes. So the regular arrangement, which is otherwise called a lattice arrangement. This lattice arrangement, lattice theory എന്ന് പറയുന്ന arrangement. So this lattice arrangement or lattice theory of Morris എന്ന് പറയും for this peculiar arrangement, and that is important for maintaining the corneal clarity. Okay, then so this is the electron microscopic picture of the arrangement of corneal lamellae. Then also initially what I have told, the endothelial cell also acts as a barrier which prevents fluid from entering into the cornea, which again maintains the cornea. These are few factors. Okay. Now, what are the functions of cornea? So, function of cornea is to transmit light from the objects what you are seeing, refract it, then the refracted rays go through the lens, again get refracted, and finally it will be focused onto the retina, which forms the image. So, that is how. So, transmission of light and refraction is a function of the cornea. Another thing is it maintains the structural integrity. So, for your eyeball to have a proper shape like that, your cornea should be is helping in maintaining the structural integrity. When you have an injury to the cornea, what happens? All your actives will leak out. All your actives will leak out. So you will not be your integrity of the eyeball will not be maintained. Then protect all the other intraocular contents. To protect the cornea, the lens, iris, aqueous, everything is protected by the cornea. So these are the main functions of the cornea. So when it comes to corneal abnormalities, you have some congenital abnormalities. Cornea book എടുത്ത് വായിച്ചാൽ കുറച്ച് കൂടുതൽ ഭാഗമുണ്ട്. കുറച്ച് അത്യാവശ്യം കാര്യങ്ങൾ ഞാനൊന്ന് ഓവർവ്യൂ തരുന്നതേ ഉള്ളൂ കേട്ടോ. You just read more about it. Now, there are some congenital anomalies of the cornea. One is megalocornea, otherwise another one is microcornea. So these two are depending upon the diameter of the cornea. Corneal diameter വെച്ചിട്ട്, cornea is a circular object. അല്ലേ? നമ്മുടെ cornea has got a circular object, so it has got a diameter. It's not a perfect circle. The horizontal corneal diameter and the vertical. Are you following what I am telling? Suhail. Ma'am, follow. ആർക്കെങ്കിലും മനസ്സിലാവുന്നില്ല പറഞ്ഞോണേ. So you have a structure ഒക്കെ നമ്മുടെ അയിൽ തന്നെ ഓർക്കാമല്ലോ എന്ന് വെച്ചിട്ടാ.
So you have a horizontal corneal diameter and a vertical corneal diameter. Diameter of cornea എന്ന് പറഞ്ഞാൽ from one limbus to the opposite limbus. Limbus is corneal scleral junction. നമ്മുടെ കണ്ണിന്റെ വൈറ്റും ആ ട്രാൻസ്പാരന്റ് സ്ട്രക്ചറും കൂടെ ചേരുന്ന ഭാഗമാണ് നമ്മൾ ലിംബസ് എന്ന് പറയുന്നത്. അത് ഹൊറിസോണ്ടൽ ടെമ്പറൽ സൈഡിൽ നിന്ന് നേസൽ സൈഡ് വരെ ഉള്ളതാണ് ഒരു ഹൊറിസോണ്ടൽ കോർണിയൽ ഡയമീറ്റർ. ഫ്രം ദി 12 o'clock തുടങ്ങി 6 o'clock വരെയുള്ള ഇതാണ് വെർട്ടിക്കൽ ഡയമീറ്റർ എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. സോ ആക്ച്വലി വെൻ യു മെഷർ ദി കോർണിയ യു മെഷർ ദി ഹൊറിസോണ്ടൽ കോർണിയൽ ഡയമീറ്റർ. നോർമൽ കോർണിയൽ ഡയമീറ്റർ ഇസ് അറൌണ്ട് 10 millimeter at birth. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കോർണിയൽ ഡയമീറ്റർ ആവറേജ് കോർണിയൽ ഡയമീറ്റർ എത്ര എന്ന് പറഞ്ഞാൽ 10 millimeter ആണ്. ആൻഡ് വെൻ ഇറ്റ് attains the adult size by around 2 years of age, the average normal corneal diameter is around 11.7. ഒരു 12 പറയാം. അപ്പൊ 10 millimeter ജനിക്കുമ്പോൾ കാണും around 11.7 millimeter up to roughly ഓർക്കണമെങ്കിൽ 12 വരെ ഓർക്കും. 12 millimeter by 2 years of age. So if your horizontal corneal diameter is 13 millimeter or more after the age of 2 years, then it is called a megalocornea. Is it clear? So up 12 millimeter is normal. കുറച്ചുകൂടെ കൂടിയാലും ചില ഫെമിലിയൽ ആയിട്ട് കാണാം, വലിയ കണ്ണുള്ളവരെന്ന് പറയുന്നത്, വലിയ കൃഷ്ണമണി വലുതായിട്ടിരിക്കുന്നതെന്ന് പറയും. അല്ല ഐബോൾ നമ്മൾ വലിയ കണ്ണായിട്ട് കാണത്തില്ലേ, അതിന്റെ കോർണിയൽ ഡയമീറ്റർ എടുത്താൽ അത് ഇപ്പൊ അതിന്റെ പേരൻസിന്റെ നോക്കിയാലും കാണും. ബിക്കോസ് there are diseases which can produce enlarged size of the eyeball. Congenital glaucoma. Glaucoma means it is a disease which is due to increased intraocular pressure. Glaucoma വേറെ ചാപ്റ്റർ ആയിട്ട് പഠിപ്പിക്കും. അപ്പൊ അങ്ങനെ വരുന്ന കൺജനിറ്റൽ ആയിട്ട് ഗ്ലോക്കോമ വന്നാൽ കോർണിയൽ സൈസ് കൂടാം, കോർണിയൽ സ്ട്രെച്ച് ചെയ്തിട്ട് സൈസ് കൂടാം. ബട്ട് ദാറ്റ് ഇസ് എ ഡിസീസ് കോർണിയ. അല്ലാതെ തന്നെ ഫെമിലിയൽ ആയിട്ട് ചിലപ്പോൾ പേരൻസിന് വലിയ കണ്ണുണ്ട് കുഞ്ഞുങ്ങൾക്കും കാണും. അപ്പൊ ഫെമിലിയൽ ആയിട്ടുള്ളതും 13 millimeter കൂടുതലാണെന്നുണ്ടെങ്കിൽ യു ഓൾവേസ് ഹാവ് ടു ഇവാലുവേറ്റ് ഫോർ അതർ ഡിസീസ്. ഓക്കെ, സോ വെൻ ഇറ്റ് ഇസ് മോർ ദാൻ 13 millimeter after 2 years of age, it is megalocornea. And when the horizontal diameter is less than 10 millimeter, it is called microcornea. Clear? ചെറിയ കണ്ണാണെങ്കിൽ അന്നേരം ഐബോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ സ്മോൾ ഐബോൾ ഇസ് കോൾഡ് മൈക്രോഫ്താൽമോസ് അല്ലെങ്കിൽ നാനോഫ്താൽമോസ് എന്നൊക്കെ പറയും. So in that condition, the corneal size will also be reduced. So this is ഇതാണ് ഞാൻ പറഞ്ഞത്. This is the horizontal ഈ ലിംബസ് തുടങ്ങി horizontal. ഇത് നമ്മുടെ നോസിന്റെ ഭാഗമാണ്. ക്യാൻസസ്, മീഡിയൽ ക്യാൻസസ് ഒരറ്റത്തു നിന്ന് തുടങ്ങി ഒരു ഹൊറിസോണ്ടൽ കോർണിയൽ ലിംബസിൽ നിന്ന് തുടങ്ങി ഇപ്പുറത്തെ ലിംബസ് വരെ. ദിസ് ഇസ് ഹൊറിസോണ്ടൽ കോർണിയൽ ഡയമീറ്റർ ആൻഡ് ദിസ് ഇസ് വെർട്ടിക്കൽ കോർണിയൽ ഡയമീറ്റർ. ദാറ്റ്സ് എ സ്ലൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു. ഫോർ മെഷർമെന്റ് യു ഓൾവേസ് മെഷർ. നമ്മളൊരു സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാം. ഓർ ഫോർ ചിൽഡ്രൻ യു ഹാവ് എ ഇൻസ്ട്രുമെന്റ് വിച്ച് ഇസ് കോൾഡ് ദി കാലിപ്പേഴ്സ്. കാലിപ്പേഴ്സ് വെച്ച് നമുക്ക് മെഷർ ചെയ്യാം. സോ വെൻ ഇറ്റ് ഇസ് മോർ ദാൻ 13 millimeter, this is definitely more than 13 millimeter. ഇത് ഇവിടെ വരെ നോക്കിയാൽ ഇതൊരു 14 millimeter ഉണ്ട്. സോ ദിസ് ഇസ് എ megalocornea. So this is how you measure. These are certain congenital ptosis. Ptosis is drooping of the eyelid. So that can be an association which is associated with megalo or microcornea. These are diseases of which we will study later. So another disease which is most important is keratitis. What do you mean by keratitis? Means keratitis is, itis is always inflammation. എന്തിന്റെ itis എന്ന് പറഞ്ഞാൽ cellulitis എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ ഇൻഫ്ലമേഷൻ. അതുപോലെ keratitis, anything related to the cornea is called kerato. അപ്പൊ keratitis എന്ന് പറഞ്ഞാൽ that is inflammation of the cornea. എന്തെങ്കിലും പറഞ്ഞോ? കണ്ടിന്യൂ ചെയ്യട്ടെ സുഹൈൽ, അതിലെന്തെങ്കിലും പറഞ്ഞാണോ? ഇല്ല മാം, ആരോ മ്യൂട്ട് ചെയ്തിട്ടില്ല. നീ ആരാന്ന് വെച്ചാൽ കണ്ടുപിടിച്ചൊക്കെ പറയും. നിങ്ങൾക്ക് നിർത്തേണ്ട എപ്പോഴാന്ന് വെച്ചാൽ പറഞ്ഞോളൂ കേട്ടോ. നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് പോണോ? അല്ല, ഫാസ്റ്റ് ആയിട്ട് തീർക്കണേ, ഫാസ്റ്റ് ആയിട്ട് തീർക്കാൻ എങ്ങനെ വേണമെന്ന് വെച്ചാൽ. അത് ഒന്നുമേ അറിയത്തില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് പോകുന്നത്.
എപ്പോഴാണോ നിങ്ങൾക്ക് ബോറടിക്കുന്നത് അപ്പോൾ പറഞ്ഞോളൂ. ആമാ. Inflammation of the cornea, which is called keratitis. The features are corneal edema, cellular infiltration, and ciliary congestion. I will just explain. Corneal edema എന്ന് പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ സ്ട്രോമൽ ലേയേഴ്സ് എല്ലാം റെഗുലർലി അറേഞ്ച്ഡ് ആണ്. So when you have fluid percolating in between the stromal layers, the arrangement becomes irregular and the thickness of the stroma increases. So that is corneal edema. എപ്പോഴും സ്ട്രോമയാണ് ആദ്യം എഡിമാറ്റസ് ആവുന്നത്. കാരണം കൂടുതൽ major portion of the cornea is stroma. So that becomes edematous initially. Later, these fluid will percolate into the epithelium, which produces epithelial edema also. Infiltration means you have white blood cells or polymorphonuclear leukocytes entering into the cornea. Normally, നമുക്ക് corneal cells are called keratocytes. അല്ലാതെ corneal infections ഒക്കെ വരുമ്പോഴാണ് polymorphonuclear leukocytes ഒക്കെ വന്ന് അതിനകത്ത് infiltration. So when there is inflammation, you have cellular infiltration into the cornea. Then ciliary congestion means the vessels surrounding the cornea is inflamed. That is, all around the cornea you have, or all around the limbus, you will have vessels, branches of anterior ciliary vessels. Anterior ciliary, പഴയ anatomy ഒക്കെ പൊടിവെച്ച് എടുക്കണം എല്ലാവരും. Anterior ciliary vessels supplies the anterior part of the eyeball, but cornea is avascular. ബാക്കിയുള്ള anterior structures, iris, ciliary body ഒക്കെ സപ്ലൈ ചെയ്യുന്ന ബ്രാഞ്ചസ് വരുന്നത് anterior ciliary vessels ആണ്. These anterior ciliary vessels will also get inflamed, which produces ciliary, otherwise called the circumcorneal congestion. So these are the features of inflammation of the cornea. If you classify, there are different classification ഒന്നും ഏതാണെന്നൊന്നും പഠിക്കണ്ട, ഒന്ന് ഓവറോൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. You have different classifications of the cornea. Classifications can be morphological. Depending upon the morphology, it can be purulent when there is purulent organism or suppuration in the cornea, or it can be sterile or non-purulent. ഒരു ആക്റ്റീവ് ഇൻഫെക്ഷൻ ഇല്ലാതെ വരുന്നതിനെയാണ് നോൺ പിറുലന്റ്. ബാക്ടീരിയൽ ഓർ ഫംഗൽ ഇൻഫെക്ഷൻസ് വരുമ്പോഴാണ് നമ്മൾ പിറുലന്റ് എന്ന് പറയുന്നത്. when you have viral and there are other peculiar inflammations of the cornea, Moran's ulcer, പിന്നെ ന്യൂറോട്രോഫിക് അൾസർ, അങ്ങനെ കുറേ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് corneal ulcers or keratitis ഉണ്ട്. Those are grouped under non-purulent. Purulent എന്ന് യൂഷ്വലി നമ്മൾ പറയുന്നത് ബാക്ടീരിയൽ ഓർ ഫംഗൽ corneal ulcers ആണ്. Then depending upon the site, it can be central corneal ulcer or peripheral corneal ulcer. What is the importance of differentiating it on this site? Because light rays refraction mainly through the center of the cornea is important for your vision. If you have an ulcer or small ulcer in the peripheral part of the cornea, even if it is after healing, it will not impair your vision. But any lesion which is in the center of the cornea after healing will produce corneal scarring, and that will permanently interfere your vision. Okay, that is the importance of classifying according to the site. Then etiologically, it can be infective, bacteria, virus, fungus. Then it can be allergic. It can be trophic. Trophic means because of loss of sensory supply. Nasociliary division of ophthalmic division of the trigeminal nerve ആണ് sensory supply. So when you have a disease of your trigeminal nerve, your corneal sensation will be affected. Corneal sensation പോയി കഴിഞ്ഞാൽ you will not have the protective mechanism. നമ്മുടെ കണ്ണിനകത്തോട്ട് എന്തെങ്കിലും വീണാൽ immediately നമ്മൾ കണ്ണങ്ങ് അടയ്ക്കും. That is a protective mechanism actually. So when there is no sensation in the eye, when the trigeminal nerve is diseased or lost, when something falls into your eye, the blinking reflex will not be there. So these infective material will remain in the eye and that can produce ulceration. അതിനെയാണ് trophic എന്ന് പറയുന്നത്. Then traumatic, some trauma to the eye producing an injury to the cornea can again produce infection. Then corneal diseases can be associated, or inflammation can be associated with systemic collagen diseases. Systemic collagen diseases, എന്തോന്ന് കുത്തി വരയ്ക്കുന്നിരുന്നു കളിക്കുന്ന മയന്താരയോ ആര് പേരൊക്കെ കണ്ടത്?
മാം അത് കൈ തട്ടിയതാ. നീ ഉറങ്ങിപ്പോയാ? അല്ല മാം, കൈ തട്ടിപ്പോയതാ. കൈ തട്ടാതിരിക്കാം. Systemic collagen disease is associated, and the most common collagen disease which is routinely associated with corneal inflammation is rheumatoid arthritis. So any patient presenting with rheumatoid arthritis has to be evaluated. The eye has to be evaluated. It can have many associations in the eye. So even without any other cause, it can have inflammation of the eye or keratitis, that is called idiopathic. അങ്ങനത്തെ കുറെ വേരിയൻസ് ഉണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു. So when there is a separation or you have loss of ulcer, means there is loss of epithelium. Epithelium പോകുന്ന എന്തിനേയും നമ്മൾ ulcer എന്നാണ് പറയുന്നത്. So when the epithelium is lost and there is infiltration, is called non-ulcerative. And when you have cellular infiltration without loss of epithelium, that is non-ulcerative. Is it clear? Yes, ma'am. എന്തെങ്കിലും ഒരു കോർണിയൽ ഇൻഫ്ലമേഷൻ ഈ എപ്പിത്തീലിയം അങ്ങ് പോയിട്ട് ഒരു ഇഞ്ചുറി വന്നു, ഈ എപ്പിത്തീലിയം അങ്ങ് പോയി, എന്നിട്ട് അവിടെ കുറെ സെല്ലുലാർ ഇൻഫെക്ഷൻ വന്നു, സെല്ലുലാർ ഇൻഫിൽട്രേഷൻ ഒക്കെ വന്നിട്ട് കോർണിയൽ എഡീമയും ഇതെല്ലാം കൂടെ വരുവാണെങ്കിൽ ദാറ്റ് ഇസ് അൾസറേറ്റീവ് കോർണിയൽ അൾസർ എന്ന് നമ്മൾ പറയും. ഇനി എപ്പിത്തീലിയം പോകാതെ തന്നെ സർട്ടൻ കണ്ടീഷൻസ് ക്യാൻ പ്രൊഡ്യൂസ് ഇൻഫിൽട്രേഷൻ, സെല്ലുലാർ ഇൻഫിൽട്രേഷൻ ആൻഡ് എഡീമ, ദെൻ ഇറ്റ് ഇസ് കോൾഡ് നോൺ അൾസറേറ്റീവ്. ക്ലിയർ ആയോ? ഡിഫറെന്റ് മെത്തേഡ്സ്. ഈ ടെർമിനോളജീസ് ഒക്കെ എന്താണെന്ന് ചോദിച്ചാൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതൊന്നും തിയറിക്കൊന്നും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് അല്ല. അൾസറേറ്റീവ് കെറട്ടൈറ്റിസ് ഇസ് ഇമ്പോർട്ടന്റ്. അതാണ് നമ്മൾ കോർണിയൽ അൾസർ എന്ന് പറഞ്ഞ് SA ഒക്കെ ചോദിക്കാവുന്നതാണ്. സോ ദാറ്റ് ഇസ് ഇൻഫെക്റ്റീവ് കെറട്ടൈറ്റിസ് ഓർ ഇതെല്ലാം പല പല ടെർമിനോളജീസ് ആണ്. അൾസറേറ്റീവ് കെറട്ടൈറ്റിസ് ഓർ ഇൻഫെക്റ്റീവ് കെറട്ടൈറ്റിസ്. So when you have a damage to the epithelium of the cornea, corneal epithelium protective to the inner structures. Cornea itself is protective to the inner structures and epithelium is protective to the deeper layers of the cornea. So when there is a damage to the epithelium due to trauma or any other thing, these bacteria or fungi can invade into the cornea. Protective barrier angu poi. So infection can occur in the damaged epithelial area. So damage to the corneal epithelium, when the epithelium is lost, that is called corneal aberration. നമ്മുടെ കൈയുടെ സ്കിൻ അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മൾ aberrations എന്ന് പറയുന്നത്. So when the outer epithelium is lost, that is called aberration. Then cirrhosis. Cirrhosis means drying of the cornea. When there is a dry eye, there are diseases which can produce dry eye. Tear secretion കുറയുന്ന conditions. One important is നേരത്തെ പറഞ്ഞ collagen vascular disease, rheumatoid arthritis. It can be associated. So rheumatoid arthritis കുറേ systemic diseases you will have eye association. അപ്പോൾ rheumatoid arthritis can have associated dry eye. So cirrhosis is dry eye. Dry eye ഉണ്ടെങ്കിൽ epithelium intact ആയിരിക്കത്തില്ല. ആ lubrication നമ്മൾ ലിഡ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ ആ tear lubrication ഇല്ലാത്ത കാരണം epithelium will be lost. So അപ്പോൾ അവിടെ epithelium lose ചെയ്യുമ്പോൾ infection വന്നു. Then corneal edema. When you have corneal edema, fluid accumulating into the stroma, കുറേ സ്ട്രോമയിൽ കയറി കഴിയുമ്പോൾ അത് പിന്നെ എപ്പിത്തീലിയത്തിലോട്ട് പോകും. എപ്പിത്തീലിയത്തിൽ എഡീമ വരുമ്പം മൾട്ടിലേഡ് ആണ് എപ്പിത്തീലിയം. എന്നിട്ട് ആ സൂപ്പർഫിഷ്യൽ ലെയേഴ്സ് എല്ലാം നോർമലി ഈ സൂപ്പർഫിഷ്യൽ ലെയേഴ്സ് ആ ഷെഡിങ് ഓഫ്. ഇത് ഷെഡ് ഓഫ് ചെയ്തിട്ട് അത് ലിംബസിൽ നിന്ന് റീജനറേറ്റ് ചെയ്ത് വരും. ലിംബസിൽ നിന്ന് റീജനറേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എപ്പിത്തീലിയം എല്ലാം ഇൻടാക്ട് ആയിട്ടിരിക്കും. അപ്പൊ എഡീമ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ സെല്ലെല്ലാം ലൂസായിട്ട് ഇരുന്നിട്ട് again epithelium ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കും. Then when you have neuroparalysis എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ട്രൈജമിനൽ നെർവ് പോയി, അപ്പൊ നമുക്ക് സെൻസേഷൻ ഇല്ല. എന്തെങ്കിലും ഫോറിൻ ബോഡി വീണു, ഇഞ്ചുറി വന്നു, പെട്ടെന്ന് ഇഞ്ചുറീസ് വരും, നമ്മുടെ ബ്ലിങ്കിങ് റിഫ്ലെക്സ് പോയിട്ട്. So all these are predisposing factors for producing damage to the epithelium. Just make out this area, ഞാൻ ഈ വരയ്ക്കുന്ന ഏരിയ, this is an area of epithelial loss. Make out ചെയ്യാവോ? ഇത്ര ഏരിയയിൽ എപ്പിത്തീലിയം പോയിരിക്കുക. Is it clear to you? ഇത് കോണിയുടെ ഒരു മാഗ്നിഫൈഡ് ഇമേജ് ആണ്. ഞാൻ ഇതൊന്ന് സ്ലിറ്റ് ലാമ്പ് ഈ കോണിയ എക്സാമിൻ ചെയ്യണമെങ്കിൽ നമ്മൾ വെറുതെ ടോർച്ച് അടിച്ച് ഇതൊക്കെ കാണാൻ പാടാം.
So these are pictures which have been taken. ഇസ്ലാമിന്റെ പടം അയച്ചൊന്ന് കണ്ടായിരുന്നോ? നീ അയച്ചു കൊടുത്തോ എല്ലാവർക്കും? So that is the instrument which is used to visualize the cornea in the lens. You can have a cross section of the cornea. Either cross section cornea up to the lens, anterior part of the lens the പുറകിൽ വരെ വിട്രിയസിന്റെ anterior part വരെ നമുക്ക് സ്ലിറ്റ് ലാമ്പിൽ കാണാം. You can also see the posterior part of the retina, optic nerve head and anterior most part. ഇതെല്ലാം കാണണമെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരു അഡീഷണൽ ലെൻസും കൂടെ കയ്യിൽ പിടിച്ചിട്ട്, ദാറ്റ് ഇസ് കോൾഡ് 90D എക്സാമിനേഷൻ. അങ്ങനെ എക്സാമിനേഷൻ ഓഫ് ഐയുടെ ഇമ്പോർട്ടൻസ് ആണ്. സോ വിത്ത് ദ സ്ലിറ്റ് ലാമ്പ് യു ക്യാൻ പ്രോപ്പർലി സീ ദി കോർണിയ. കോർണിയ ഡിഫ്യൂസ് ഇലുമിനേഷനിൽ കാണാം, അല്ലെങ്കിൽ ക്രോസ് സെക്ഷനിലായിട്ട് കാണാം. ഞാൻ രണ്ടാമത് വേറൊരു ലിങ്ക് അയച്ചതിനകത്താണ് ക്രോസ് സെക്ഷൻ പോലെ കണ്ടത്. ഓക്കെ, വിൽ കം ടു ദാറ്റ് ലേറ്റർ. So that this is loss of. അപ്പോൾ ഇത്രയും സ്ഥലത്ത് എപ്പിത്തീലിയം പോയിരിക്കുമ്പോൾ എന്ത് വെച്ചും ഇവിടെ ഒട്ട് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ എനി പേഷ്യന്റ് ഹു ഹാസ് എ കോർണിയൽ അബറേഷൻ ക്യാൻ ഹാവ്, എല്ലാവർക്കും വരണമെന്നല്ല, ക്യാൻ ഹാവ് ഡെവലപ്മെന്റ് ഓഫ് അൾസർ. സോ അവർ ട്രീറ്റ്മെന്റ് വിൽ ബി ടു പ്രൊമോട്ട് എപ്പിത്തീലിയം. ഈ എപ്പിത്തീലിയം തിരിച്ച് ഗ്രോ ചെയ്ത് നോർമൽ ആകാൻ വേണ്ടിയാണ് നമ്മുടെ ട്രീറ്റ്മെന്റ്. അതുവരെ നമ്മളൊരു പ്രൊഫൈലാക്ടിക് ആയിട്ട് ആന്റിബയോട്ടിക് കൊടുക്കും, അത് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് this epithelial healing will take some time. Okay. Now, when you see a corneal ulcer or infective corneal ulcer, infective, ulcerative, purulent എന്ന് പറയുന്ന എല്ലാം ബാക്ടീരിയൽ, വൈറൽ ഒക്കെയാണ്. If you take the pathogenesis of these ulcers, it can be divided into 4 stages. Stage of infiltration, stage of ulceration, stage of regression, stage of cicatrization. Stages of corneal ulcer ചോദിക്കുന്നതാണ്. എസ്സേ ചോദിക്കുമ്പോൾ എസ്സേയുടെ ഒരു പാർട്ടായിട്ട് ചോദിക്കും the pathogenesis. Stage of infiltration means, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു എപ്പിത്തീലിയം ഇവിടെ പോയി. So you have a bare area where infection can occur. So you have microorganisms. Suppose the bacteria has invaded here. So what will happen? All polymorphonuclear cells will start come and invading. അതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആയിട്ട് ഈ സെൽസ് എല്ലാം വന്ന് ഇൻഫിൽട്രേറ്റ് ചെയ്യും ഈ സാധനത്തിനെ എല്ലാം. ദാറ്റ് ഇസ് എ ഡിഫൻസ് മെക്കാനിസം ബൈ അവർ ഹോസ്റ്റ്. സോ വെൻ ദി ഹോസ്റ്റ് ഡിഫൻസ് മെക്കാനിസം ഇസ് നോട്ട് വെരി ആക്റ്റീവ്, ദ പെത്തോജൻസസ് വിൽ ബി അഗെയിൻ ഇൻവേഡിങ്. ഈ പെത്തോജൻസിന്റെ ആക്ടിവിറ്റി കൂടുതലാണെങ്കിൽ അത് കൂടുതൽ ഇൻവേഡ് ചെയ്യും. ഹോസ്റ്റ് ഡിഫൻസ് മെക്കാനിസം കുറവാണെന്നുണ്ടെങ്കിലും ഈ പെത്തോജൻസ് കൂടുതൽ ഇൻവേഡ് ചെയ്യും. നമ്മുടെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. സോ വീൽ ഓൾവേസ് ട്രൈ ടു prevent all these invasion of the microorganism by polymorphonuclear leukocyte invasion. So these cells get infiltrated into the corneal layer where the epithelium is denuded, and also slowly that will infiltrate into the deeper layers. Into the deeper layers പുറകിലോട്ട് epithelium, Bowman's membrane സ്ട്രോമയിലോട്ടും ഒക്കെ കയറാൻ തുടങ്ങും, and horizontally sideways also. അപ്പോൾ അൾസറിന്റെ സൈസ് വലുതായി വലുതായി വരും. So that is stage of infiltration. So where polymorphonuclear leukocytes are infiltrating into the cornea. Okay. Now what will these polymorphonuclear leukocytes do? That will try to invade the pathogens, and also ഈ pathogens വന്ന് invade ചെയ്യുന്ന cells എല്ലാം dead ആയി പോകും. So these polymorphonuclear leukocytes will eat off all the necrotic cells. All the necrotic debris will be taken up by these cell infiltration. So that is stage of ulceration. Stage of ulceration എന്ന് പറഞ്ഞാൽ cells എല്ലാം വന്ന് invade ചെയ്തിട്ട് ഈ necrotic tissue എല്ലാം അത് കാർന്ന് തിന്നുന്നു. അപ്പൊ എന്ത് പറ്റും? എപ്പിത്തീലിയം കഴിഞ്ഞ് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നെക്രോട്ടിക് ടിഷ്യൂ എല്ലാം പോകും. നെക്രോട്ടിക് ടിഷ്യൂ പോകുമ്പോൾ ഈ സൈസ് ഓഫ് ദി അൾസർ സൈഡിലോട്ടും ഇൻക്രീസ് ചെയ്യും, ഡീപ്പായിട്ടും വരും. So that is active ulceration ആണ്. മൈക്രോ ഓർഗാനിസം ഇൻവേഡ് ചെയ്തുകൊണ്ടിരിക്കും തോറും ഈ സെല്ലാർ ഇൻവേഷൻസ് വന്നു നെക്രോട്ടിക് ടിഷ്യൂ കൂടുതൽ പോയിക്കൊണ്ടിരിക്കും. So that is stage of ulceration. Now once ഈ സെൽസ് എല്ലാം നെക്രോട്ടിക് ടിഷ്യൂവിനെയും ഈ പെത്തോജൻസിനെയും എല്ലാം നമ്മൾ ഡിഫൻസ് മെക്കാനിസം നന്നായിട്ട് ആക്ട് ചെയ്ത് അതിനെല്ലാം ഈറ്റപ്പ് ചെയ്യുവാണെങ്കിൽ സ്ലോലി ദാറ്റ് സ്റ്റാർട്ട്സ് റിഗ്രസിങ്. റിഗ്രസിങ് എന്ന് പറഞ്ഞാൽ പിന്നെ നെക്രോട്ടിക് ടിഷ്യൂ ഉണ്ടാകത്തില്ല, പെത്തോജൻസും ഇല്ല. പെത്തോജൻസ് ഉള്ളപ്പോഴാണ് ഈ സെൽസ് വന്ന് ഇൻവേഡ് ചെയ്യുന്നതും നെക്രോട്ടിക് ടിഷ്യൂ ഉണ്ടാകുന്നതും.
അപ്പൊ അതിനെ നമ്മളുടെ ഡിഫൻസ് മെക്കാനിസം ഒക്കെ ആയിട്ട് ഇതിനെല്ലാം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോലി ദ കോർണിയ അൾസേഴ്സ് ഇറ്റ് സ്റ്റാർട്ട്സ് റിഗ്രസിങ് ഓർ ഹീൽ ചെയ്ത് തുടങ്ങും. ആൻഡ് ഓൾ കോർണിയൽ അൾസേഴ്സ് വിച്ച് ഹാസ് ഗോൺ ബിനീത്ത്, എപ്പിത്തീലിയം മാത്രം പോകുന്നതിന് നമ്മൾ അബറേഷൻ എന്ന് പറയും. Any lesion which goes beneath the Bowman's membrane will heal by scarring. എപ്പിത്തീലിയം മാത്രമാണെന്നുണ്ടെങ്കിൽ സ്കാർ ഫോം ചെയ്യത്തില്ല, ബാക്കിയെല്ലാം കോർണിയല് സ്കാർ ഫോം ചെയ്യും. സോ ദാറ്റ് ഇസ് സ്റ്റേജ് ഓഫ് സിക്കട്രൈസേഷൻ, ഹീലിംഗ് ബൈ സിക്കട്രൈസേഷൻ. അപ്പോൾ ഒരു കോർണിയൽ അൾസർ ഹീൽ ചെയ്താൽ എന്ത് വരുമെന്ന് ചോദിച്ചാൽ, കോർണിയൽ അൾസർ ഹീൽ ചെയ്താൽ കോർണിയൽ ഒരു ഒപ്പാസിറ്റി കാണും, കണ്ണ് വെളുത്ത് തന്നെ ഇരിക്കും. കോർണിയ will not be transparent, it will remain opaque. Depending upon the density of opacity, there are different types of opacity. It is called a nebula, macula, leucoma. ഇതൊക്കെ വായിച്ചോണേ, ഇതെല്ലാം കൂടെ തീർത്ത് തരാൻ സമയമില്ല. What are the different types of corneal opacities ചോദിക്കുന്നതാണ്. So that you understood the 4 stages. ഇത് ബോറായോ എല്ലാവർക്കും ഇത്ര നേരമായപ്പോ? കണ്ടിന്യൂ ചെയ്യട്ടെ ഞങ്ങൾ? ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന്? കുറച്ചേരോടെ കണ്ടിന്യൂ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഒന്നും എനിക്ക് തോന്നില്ല ഇത് ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് തീർന്നു തരുമെന്ന് പറഞ്ഞുതരാം. ഇനി വേറെ ക്ലാസ് ഉണ്ടോ? ഇനി വേറെ ക്ലാസ് ഇന്നില്ല. അല്ല, ഇന്നത്തെ കാര്യമല്ല, വേറെ ക്ലാസ് ഉണ്ടോന്ന് ചോദിച്ചാ ഞാൻ വേറെ ദിവസം എടുക്കാനായിട്ട്. ഇല്ല, കോർണിയ 2 ക്ലാസ്സേ ഉള്ളൂ. ഇനി എപ്പോഴെങ്കിലും ഒക്കെ സമയം കിട്ടുമ്പോ ബാക്കി എടുത്തു തരാം ഞാൻ. നാളെ ബാക്കി കണ്ടിന്യൂ ചെയ്യട്ടെ. ഇനി Purulent keratitis. This is a corneal ulcer. കണ്ടില്ലേ? സ്റ്റേജ് ഓഫ് ഇത് ആക്റ്റീവ് അൾസറേഷൻ ആണ്. സെൽസ് എല്ലാം വന്ന് ഇൻഫിൽട്രേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. സെൽസ് എല്ലാം ഇൻഫിൽട്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ആ ക്ലാരിറ്റി ഒക്കെ പോയി അവിടെ എല്ലാം നല്ല വൈറ്റ് ആയിട്ടിരിക്കും. This is separative keratitis. Okay. Now what happens when this ഈ പറഞ്ഞ സ്റ്റേജസ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് what will happen? It can become, അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ that can become localized ആയിട്ട് വരും. ലോക്കലൈസ്ഡ് ആകാതിരുന്ന ഇത് ഇൻവേഡ് ചെയ്ത് കോർണിയ മൊത്തം, the whole cornea can get invaded. When it penetrates ഡീപ്പർ ലേയേഴ്സിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് എപ്പിത്തീലിയം പോയി അവിടെ ഇൻവേഡ് ചെയ്തു, ബോമൻസ് മെംബ്രെയിനെ ഇൻവേഡ് ചെയ്തു, സ്ട്രോമയുടെ മേജർ പോർഷൻ ഓഫ് ദ സ്ട്രോമ ഇൻവേഡ് ചെയ്ത് ഡെസിമസിന്റെ അവിടെ വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഡെസിമസ് ഇസ് എ ടഫ് മെംബ്രെയിൻ. അത് ഇൻവേഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്, അതിങ്ങനെ നല്ല ടഫായിട്ട് നിൽക്കും. അപ്പൊ എന്ത് പറ്റും? പക്ഷെ അവിടെ ലേസ് ബാക്കിയുള്ള സ്ട്രോമ വരെയുള്ള ലേസ് എല്ലാം പോയി കഴിഞ്ഞിട്ട് ഈ ഡെസിമസ് മെംബ്രെയിനും എൻഡോത്തീലിയോ മാത്രമായിട്ട് നിൽക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഈ കോർണിയൽ അൾസർ കാരണം ചിലപ്പോൾ നമുക്ക് സെക്കൻഡറി ആയിട്ട് ഗ്ലോക്കോമ വരാം. സെക്കൻഡറി IOP കൂടി നിൽക്കുമ്പോൾ ഈ ഇൻട്രാ ഓക്കുലർ പ്രഷർ കാരണം ഈ ഡെസിമസ് മെംബ്രെയിൻ ഇങ്ങനെ ബൾജ് ചെയ്ത് മുന്നോട്ടേക്കും. കാരണം അവിടെ ആ 2 ലേസ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള സ്ഥലമെല്ലാം ഇത് ഇൻവേഡ് ചെയ്ത് നിൽക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഡെസിമസ് മെംബ്രെയിൻ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും. ദാറ്റ്സ് കോൾഡ് ഡെസിമെറ്റോസീൽ. IOP അങ്ങ് ഒത്തിരി കൂടുതൽ നിൽക്കുന്നു. അപ്പൊ അല്ലെങ്കിൽ പേഷ്യന്റ് നന്നായിട്ട് അങ്ങ് ചുമയ്ക്കുന്നു, അല്ല സ്ട്രെയിൻ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ ഡെസിമസ് മെംബ്രെയിൻ ചിലപ്പോൾ അങ്ങ് ബ്രേക്ക് ചെയ്ത് പോകും. So that when it invades the descemet membrane also, that means it produces a perforation. Perforation means you are producing a hole in it. Descemet membrane break ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ endothelium cells അല്ലേ, അതങ്ങ് give away ചെയ്ത് പോകും. So your access will leak out. Understood? ഫോളോ ചെയ്യുന്നുണ്ടോ? അപ്പൊ അത് ഡീപ്പർ ആയിട്ട് പോകുമ്പോഴാണ് ഡെസിമെറ്റോസീല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെർഫറേഷൻ. ഇതൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഡെസിമെറ്റോസീല് വന്നാൽ പെർഫറേഷൻ വരാതൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ കോർണിയൽ അൾസറിനെ ട്രീറ്റ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് കോർണിയൽ അൾസർ. പെർഫറേഷൻ വന്നു കഴിഞ്ഞാൽ അക്വസ് എല്ലാം അങ്ങ് പോരും. അക്വസ് ഇഞ്ഞ് പോന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? അതിന്റെ തൊട്ട് പുറകിലുള്ള സാധനം എന്തോ ഐറസോ ലെൻസോ എന്താണോ അത് വന്ന് കോർണിയയിലോട്ട് ടച്ച് ചെയ്തിരിക്കും. എവിടെയാണോ അത് ബ്രേക്ക് ചെയ്തത് അവിടെ വന്ന് ടച്ച് ചെയ്തിരിക്കും. ടച്ച് ചെയ്തിരുന്ന് കഴിയുമ്പോഴത്തേക്ക് ആ ഓപ്പണിങ് അങ്ങ് സീൽഡ് ആവും. പുറകിലത്തെ ഐറസ് വന്ന് ആ ബ്രേക്ക് ചെയ്തു പോയ കോർണിയയുടെ പോർഷനിലോട്ട് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുമ്പോൾ ദാറ്റ് ഓപ്പണിങ് ഗെറ്റ് സീൽഡ്. അങ്ങനെ സീൽഡ് ആയി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ മുകളിൽ കുറെ ടിഷ്യൂസ് എല്ലാം വന്ന് അതൊരു സ്കാർ പോലെ ഡെവലപ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ അദറന്റ് ഗ്ലൂക്കോമ.
ലൂക്കോമ എന്ന് പറഞ്ഞാൽ കോണിയയിലെ ഒരു ഒപ്പാസിറ്റിയാണ്. അതിനകത്തോട്ട് ഐറിസ് വന്ന് അഡ്യർ ചെയ്തിരിക്കുമ്പോഴാണ് അഡറൻ ലൂക്കോമ എന്ന് പറഞ്ഞത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോണിയൽ ഒപ്പാസിറ്റി വായിക്കണേ. ഓക്കെ, നൗ സോ ദീസ് ആർ ദി ഒരു കോണിയൽ അൾസർ വന്നാൽ സംഭവിക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഒന്നെങ്കിൽ അത് ലോക്കലൈസ്ഡ് ആയിട്ട് അങ്ങ് ഹീൽ ചെയ്യാം, അല്ലെങ്കിൽ അത് ഡീപ്പായിട്ട് പെനട്രേറ്റ് ചെയ്ത് ഡെസിമെറ്റോസീലായി പെർഫറേറ്റഡ് ആയി അഡറൻ ലൂക്കോമ ആവും. പെർഫറേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എളുപ്പം അങ്ങ് സ്കാർഡാവും. പെട്ടെന്ന് IOP ഒക്കെ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ സ്കാറിങ് വരും. സോ ദാറ്റ് ഇസ് ഡീപ്പർ പെനട്രേഷൻ. സോ വെൻ ദ ഇൻവേഷൻ ഇസ് ഓൺ ടു ദി ഹൊറിസോണ്ടലി ആണ് സ്പ്രെഡ് ചെയ്ത് പോകുന്നതെങ്കിൽ എന്ത് പറ്റും? When the spread is to the entire cornea, what happens? The whole cornea gets sloughed off. മൊത്തം കോണിയം ഈ നെക്രോട്ടിക് ടിഷ്യൂ ആയിട്ട് അതങ്ങ് സ്ലഫ് ഓഫ് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് അവിടെ കോണിയ ഇല്ല, ഐറിസ് എക്സ്പോസ്ഡ് ആയിട്ട് ഇരിക്കുവാണ്. സോ ഓൾ ഇയർ ഐറിസ് എക്സ്പോസ്ഡ് ആയി കഴിയുമോ, അല്ല ഐറിസിൽ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അതിനകത്തു നിന്നുള്ള സെൽസ് എല്ലാം കൂടുതൽ സെൽസ് വരുമ്പോൾ ഈ സെൽസ് എല്ലാം കൂടെ വന്ന് ഈ കോണിയയ്ക്ക് പകരം ഒരു ലെയർ പോലെ അവിടെ നിന്ന് കവർ ചെയ്തിരിക്കും. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് സ്യൂഡോ കോണിയ. Pseudo cornea is not tough as your normal cornea. So that will always അതിങ്ങനെ ബൾജ് ചെയ്ത് മുന്നോട്ട് വരും. ആ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തപ്പോൾ അത് ബൾജ് ചെയ്ത് മുന്നോട്ട് വരും. ദാറ്റ് ഇസ് കോൾഡ് ആൻറ്റീരിയർ സ്റ്റെഫൈലോമ. സ്റ്റെഫൈലോമ അനദർ ഷോർട്ട് നോട്ട് കേട്ടോ. ഈ പറഞ്ഞ കോസ് ഓഫ് കോണിയൽ അൾസർ എന്തൊക്കെ സംഭവിക്കാം, അല്ലെ കോംപ്ലിക്കേഷൻസ് ഓഫ് കോണിയൽ അൾസർ, ദാറ്റ് ഇസ് അനദർ ഷോർട്ട് നോട്ട് വിച്ച് ക്യാൻ ബി ആസ്ക്ഡ്. ഓക്കെ, ഇതാണ് ഒരു ഡെസിമെറ്റോസി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ഒന്നും നമ്മൾ കോണിയല് ഇത് നോർമൽ അല്ല. വാസ്കുലറൈസേഷൻ ഇസ് ദിസ് ഇസ് കോണിയൽ വാസ്കുലറൈസേഷൻ വിച്ച് ഇസ് നോട്ട് നോർമൽ. ഈ ഭാഗത്ത് കണ്ടില്ലേ ബ്രൗൺ കളർ കൂടുതലായിട്ട് കാണുന്നു. കൻ യു സീ? ഇവിടത്തെ ഐറിസിനെ കാണുന്നതിനേക്കാളും ഈ ആരോ കാണുന്ന സ്ഥലത്ത് കണ്ടോ, യു കൻ സീ ദ ബ്രൗണിഷ് കളർ മോർ. ദാറ്റ് ഇസ് ബിക്കോസ് ദ കോണിയൽ ഡെസിമെറ്റോസിയിലാണ്. കോണിയൽ ലെയർ അവിടെ തിന്നാണ്. അവിടെ നമുക്ക് എപ്പിത്തീലിയം പോയി, ബോമൻസ് മെമ്പറൈൻ പോയി, സ്ട്രോമയും പോയി, ഡെസിമസ് മെമ്പറൈനും എൻഡോത്തീലിയം മാത്രം ഇരിക്കുക. അതിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുമ്പോൾ അതിനകത്തൂടെ നമുക്ക് ഐറിസിനെ കുറച്ചുകൂടെ കളറായിട്ട് കാണാം, അതിന്റെ കളർ കൂടുതലായിട്ട് കാണാം. അതുകൊണ്ടാണ് അതിന് ഡ്യൂ ഡ്രോപ്പ് അപ്പിയറൻസ് എന്നാണ് പറയുന്നത്. ദ ടിപ്പിക്കൽ അപ്പിയറൻസ് ഓഫ് ഡെസിമെറ്റോസിൽ ഇസ് ഡ്യൂ ഡ്രോപ്പ്. ഈ ഒരു വീക്ക് ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ പെർഫറേഷൻ ആവും. പെർഫറേഷൻ ആകുമ്പോൾ എന്താ വെച്ചാൽ മാക്യൂസിങ് ലീക്ക് ഔട്ട് ചെയ്തിട്ട് ഐറിസ് വന്ന് അവിടെ ടച്ച് ചെയ്തിരിക്കും. ടച്ച് ചെയ്ത് തന്നു കഴിയുമ്പോൾ അവിടെ ഒരു ഒപ്പാസിറ്റി, അവിടെ ഇങ്ങനെ ഒരു എക്സുഡേഷൻ വന്ന് ഒപ്പാസിറ്റി ഫോം ചെയ്യും. അതിനെയാണ് അദറൻ ലൂക്കോമ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? Now, whenever your patient comes with corneal ulcer ഹിസ്റ്ററിയിലെ പേഷ്യന്റ് പ്രസന്റിങ് ഇതെന്ന് പറഞ്ഞാൽ പെയിൻ, റെഡ്നെസ്, വാട്ടറിങ് ഓർ ലാക്രിമേഷൻ ആൻഡ് ഫോട്ടോഫോബിയ. സിവിയർ പെയിൻ ആയിരിക്കും. ട്രൈജമിനൽ നെർവ്സ് ഒക്കെ ഇറിറ്റേറ്റഡ് ആവും. അപ്പൊ എന്നിട്ട് നമ്മുടെ സീലറി മസിൽസ് എല്ലാം കൂടെ അങ്ങോട്ട് സീലറി ബോഡിയിൽ കുറെ സീലറി മസിൽസ് ഉണ്ട്, ഇതെല്ലാം കൂടെ നമുക്ക് സ്പാസം അടിക്കും. സ്പാസം അടിക്കുമ്പോഴത്തേക്ക് സിവിയർ പെയിൻ ആയിരിക്കും. കോണിയിൽ എന്ത് ലീഷൻ വന്നാലും പെയിൻ, വാട്ടറിങ്, യു വിൽ ഹാവ് റിഫ്ലക്സ് ലാക്രിമേഷൻ. അല്ലെങ്കിൽ തന്നെ നമുക്ക് വേസൽ ടിയർ പ്രൊഡക്ഷൻ ഉണ്ട്, അത് കൂടുതലാണ് റിഫ്ലക്സ് ആയിട്ട് ലാക്രിമേഷൻ. അപ്പൊ കണ്ണീന്ന് എപ്പോഴും ഇങ്ങനെ വെള്ളം എടുത്തുകൊണ്ടേയിരിക്കും. പെയിൻ, വാട്ടറിങ് ഓർ ലാക്രിമേഷൻ. സെൻട്രലിലാണെങ്കിൽ ഡിഫക്റ്റീവ് വിഷൻ വരും. സെൻട്രൽ കോർണിയൽ അൾസർ ക്യാൻ പ്രൊഡ്യൂസ് ഡിഫക്റ്റീവ് വിഷൻ. ദെൻ ഫോട്ടോഫോബിയ ഓർ ഇൻടോളറൻസ് ടു ലൈറ്റ്. ലൈറ്റിലോട്ട് നോക്കാൻ പറ്റത്തില്ല പേഷ്യന്റ്. സോ ദീസ് ആർ ദി സിംപ്റ്റംസ് വിച്ച് വിൽ ദ പേഷ്യന്റ് ഹാവ്. ഹിസ്റ്ററിയിൽ നമ്മൾ എന്തൊക്കെ ചോദിക്കും? ട്രോമ ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? എപ്പിത്തീലിയം പോയി അങ്ങനത്തെ ട്രോമ ഹിസ്റ്ററി ഉണ്ടോ? പിന്നെ പേഷ്യന്റ് അല്ലാതെ എന്തെങ്കിലും ലോക്കൽ ഡിസീസുകളുണ്ടോ? നമ്മുടെ ടിയർ ഡ്രെയിനേജ് ഒക്കെ പോകും. ഡാക്രിയോസിസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ലാക്രിമൽ ഡ്രെയിനേജ് സിസ്റ്റത്തിലെ ഇൻഫെക്ഷൻ. ലാക്രിമൽ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ ഇന്നലെ പറഞ്ഞതല്ലേ. But dacryocystitis is a predisposing condition to corneal ulcer. So all these things has to be taken history. Patient systemic conditions, diabetes, okay, uncontrolled anengil stands for this is more. So history taking is important. Then symptoms. Signs നമ്മൾ നോക്കുവാണ് ചെയ്യുന്നത്. Now what are the common bacteria which are producing corneal ulcer? Signs പറഞ്ഞുതരാം. The common bacteria producing are Pseudomonas, Staph aureus, Streptococci, Pneumococci. ഇതൊക്കെയാണ് കോമൺ ഓർഗാനിസംസ്. നമുക്ക് നോർമൽ എപ്പിത്തീലിയം പോകുമ്പം ഇൻവേഡ് ചെയ്യുന്നതാണ് ഇതെല്ലാം. ഇൻഡാക്ട് എപ്പിത്തീലിയത്തിനകത്ത് ഇൻവേഡ് ചെയ്യാവുന്ന നെയ്സീരിയ, ഗൊണോറിയ,
Neisseria, meningitis. These are few organisms which can invade even your intact epithelium. These what are shown will invade only when you have an epithelial loss. Okay. Then pneumococcal ulcer-ന്റെ വേറൊരു പേരാണ് ഹൈപ്പോപ്പിയോൺ കോണിയൽ അൾസർ. ഹൈപ്പോപ്പിയോൺ എന്ന് പറഞ്ഞാൽ ഒരു കോണിയൽ അൾസർ വന്നു കഴിയുമ്പോൾ ഈ ബാക്ടീരിയയുടെ ടോക്സിൻസ് എല്ലാം കൂടെ അകത്തോട്ട് ലിബറേറ്റ് ചെയ്തു. So all these toxins will go inside the eye and that will produce inflammation of the vascular coat ആണ്. iris തൊട്ട് പുറകിൽ ഇരിപ്പുണ്ട്, which is a highly vascular thing. So the vessels get inflamed and you'll have outpouring of cells from the iris vessels. All these vessels which are outpoured, അത് ഔട്ട്പോർ ചെയ്താൽ എങ്ങോട്ട് വരും? ആന്റീരിയർ ചേമ്പറിലോട്ട് വരും. ആന്റീരിയർ ചേമ്പറിൽ ആക്സസിനകത്തോട്ട് വരും. ഈ സെൽസ് എല്ലാം കൂടെ വന്നിട്ട് ആന്റീരിയർ ചേമ്പറിൽ താഴെ സെറ്റിൽ ചെയ്ത് കിടക്കും. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ഹൈപ്പോപ്പയോൺ. So this is hypopyon. ഒരു അൾസർ വന്നു, ഇതിനകത്തു നിന്നുള്ള ബാക്ടീരിയൽ ടോക്സിൻസ് ഒക്കെ അകത്തോട്ട് പോയി ഐറിസ് ഇൻഫ്ലെയിംഡ് ആയിട്ട് അതിനകത്തുനിന്ന് സെൽസ് എല്ലാം, ഇത് ആന്റീരിയർ ചേമ്പറിലാണ്. ദിസ് ഇസ് നോട്ട് ഇൻ ദ കോണിയ, ദിസ് ഇസ് ഇന്നർ ടു ദ കോണിയ. ദാറ്റ് ഇസ് വൈ യു ആർ ഹാവിംഗ് എ ഹൊറിസോണ്ടൽ border like this. This is hypopyon, which can be seen in many conditions. നമ്മൾ സാധാരണ ഹൈപ്പോപ്പയോൺ കോണിയൽ അൾസർ എന്ന് പറയുന്നത് ന്യൂമോകോക്കൽ അൾസറിനെയാണ്. അനദർ ടെർമിനോളജി ഈസ് അൾസർ സർപ്പൻസ്. അൾസർ സർപ്പൻസ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇൻവേഡ് ചെയ്ത് പോകുമ്പം ഒരു എഡ്ജ് മാത്രം കോണിയൽ ഇൻവേഡ് ചെയ്ത് ഹൊറിസോണ്ടലി എക്സ്റ്റെൻഡ് ചെയ്ത് പോകും, മറ്റേ അറ്റം അത് ഹീൽ ചെയ്ത് വരും. അതുകൊണ്ടാണ് അൾസർ സർപ്പൻ ഇഴഞ്ഞഴിഞ്ഞ് പോകുന്നത്, ക്രീപ്പ് ചെയ്ത് പോകുന്നു. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ദി അൾസർ സർപ്പൻസ്. ഇങ്ങനെ ഷോർട്ട് നോട്ടൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ ഇതിന്റെയൊക്കെ ഫീച്ചേഴ്സ് ചെറിയ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. ബട്ട് ദാറ്റ് ഇസ് ടിപ്പിക്കൽ ഓഫ് pneumococcal ulcer. Pseudomonas will have greenish discharge and the surrounding infiltration ഉള്ള ഏരിയ അല്ലാതെ the surrounding cornea will also have a ground glass appearance. So when it is gram negative organisms, you will have ring of infiltration. ഇങ്ങനെ മൊത്തത്തിൽ ഈ കാണിച്ച പോലെ ഇതുപോലെ ടോട്ടൽ അൾസർ, ഇതിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഈ മൊത്തം ഏരിയയുടെ അൾസർ ആയിട്ടില്ല. മറ്റേതാകുമ്പോൾ ഇങ്ങനെ റിംഗ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു റിംഗ്, സെൻട്രൽ ഏരിയ ചിലപ്പോൾ ക്ലിയർ ആയിട്ടിരിക്കും. സോ ദാറ്റ് ഇസ് റിംഗ് ഇൻഫിൽട്രേഷൻ. ഇടയ്ക്ക് എവിടെയോ ഡയഗ്രാം വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ബാക്ടീരിയൽ കോണിയൽ അൾസർ ഹാസ് ഗോട്ട് എ സോസർ ഷേപ്പ്, റെഗുലർ മാർജിൻസ്. ഇതൊക്കെ പെക്യൂലിയാരിറ്റീസ്. നമ്മളൊരു കോണിയൽ അൾസറുമായിട്ട് പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് അത് ബാക്ടീരിയലാണോ ഫംഗലാണോ വൈറലാണോ എന്നൊക്കെ വരുന്നത്. സോ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് ബാക്ടീരിയൽ corneal ulcer usually have a wet appearance. It usually have got a saucer shape, regular margins, and your margins of walls will project above the corneal surface. So that is the importance. The margins will be raised from the corneal surface. So this is the corneal ulcer. ഇതെന്താ ഈ പച്ച നിർത്തിയിരിക്കുന്നത് പറയാമോ? So this is what the ulcer is stained with fluorescein. Fluorescein is a dye which is used for many purposes in the eye. One is for staining of your epithelium. കോണിയയുടെ എപ്പിത്തീലിയം പോയിരുന്നാൽ അവിടെ ഫ്ലൂറസ്, നമ്മൾ വെറുതെ ഇൻഡാക്സ് കോണിയയിലോട്ട് ഒരു ഫ്ലൂറസിന് ഒഴിച്ചാൽ അത് സ്റ്റെയിൻ ഒന്നും എടുക്കത്തില്ല. ബട്ട് wherever you have a loss of epithelium, if you put 1 drop of fluorescein, that will take up the stain. അതിങ്ങനെ ഗ്രീൻ കളറിൽ ഇരിക്കും. ഫ്ലൂറസെൻ സ്ട്രിപ്പ് നമുക്ക് സ്പോട്ടിങ്ങിനൊക്കെ വെക്കുന്നതാണ്. ഫ്ലൂറസെൻ സ്ട്രിപ്പിന്റെ അറ്റം നോക്കിക്കഴിഞ്ഞാൽ ഓറഞ്ച് കളറാണ്, പക്ഷെ അത് ഐയിൽ ഇട്ട് കഴിഞ്ഞാൽ that will produce this stain. ഈ സ്ലിറ്റ് ലാമ്പിൽ ഒരു കൊബാൾട്ട് ബ്ലൂ ഫിൽറ്റർ ഉണ്ട്, അതിട്ടിട്ടാണ് നമ്മൾ ഇത് സ്റ്റെയിനിങ് ഒക്കെ നോക്കുന്നത്. സോ ദ ഏരിയ വിച്ച് ഇസ് denuded of epithelium will take up the fluorescein. അപ്പൊ ഇത്രയും ഏരിയയിൽ എപ്പിത്തീലിയം പോയിട്ട് അവിടെ ഇൻഫെക്ഷൻ വന്നപ്പം അൾസർ വന്നു. So that is why it is stained with taking up fluorescein. Okay. ഫംഗൽ അൾസർ ആണ് ഇത് രണ്ടും. പ്യൂറലന്റ് ഓർ അൾസറേറ്റീവ് കെരട്ടൈറ്റിസ് വരുന്നതാണ്. ഫംഗൽ കോണിയൽ അൾസർ, ദ കോമണസ്റ്റ് ഫംഗി ആർ ഫിലമെന്റസ് ഫംഗി, ആസ്പെർജില്ലസ്, ഫ്യൂസേറിയം, കർവിലേറിയ, ഈസ്റ്റ് ഒക്കെയാണ്. നമുക്ക് കോമൺലി കിട്ടുന്നത് ആസ്പെർജില്ലസും ഫ്യൂസേറിയ ഒക്കെയാണ്. യു ക്യാൻ ഹാവ് കർവിലേറിയ ആൻഡ് കാൻഡിഡ, ബട്ട് കോമൺലി നമുക്ക് ആസ്പെർജില്ലസും ഫ്യൂസേറിയ ആണ് കോമൺലി നമുക്ക് കിട്ടാറ്. ആൻഡ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ഹിസ്റ്ററിയിൽ നമുക്ക് എസ്സേ ചോദിക്കുമ്പോൾ ഹിസ്റ്ററി ഓഫ് ഇഞ്ചുറി വിത്ത് വെജിറ്റേറ്റീവ് മെറ്റീരിയൽ വിച്ച് ഇസ് വെരി കോമൺ. എന്തെങ്കിലും അല്ലെങ്കിൽ ആനിമൽ ടെയില് അല്ലെങ്കിൽ
നടന്നു പോയ വഴി പിന്നെ ഏതെങ്കിലും ഒരു പ്ലാന്റ് ലീഫ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പ് കൊണ്ടോ, ദാറ്റ് മീൻസ് ഓൾ ദീസ് ആർ ഇഞ്ചുറി വിത്ത് വെജിറ്റേറ്റീവ് മെറ്റീരിയൽ. വെജിറ്റേറ്റീവ് മെറ്റീരിയൽ ഓർ ആനിമൽ ടെയിൽ വെച്ച് ഇഞ്ചുറി എന്ന് ഹിസ്റ്ററിയിൽ കണ്ടാൽ യുവർ ഡയഗ്നോസിസ് ഷുഡ് ബി ഫംഗൽ കോർണിയൽ അൾസർ. ഓക്കെ, സോ ഹിസ്റ്ററി ടേക്കിംഗിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ട്രോമ എന്ന് പറഞ്ഞാൽ എന്താണ് കൊണ്ടുപോകാൻ ചോദിക്കുന്നത്. അത് വെജിറ്റേറ്റീവ് ആണെങ്കിൽ ഫംഗസ് ഇൻവേഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. വേറൊരു പെക്യൂലിയാരിറ്റി ഓഫ് ഫംഗൽ കോർണിയൽ അൾസർ എന്ന് പറഞ്ഞാൽ സൈൻസ് ആർ മോർ. പേഷ്യന്റിന് വലിയ അൾസർ, കോർണിയ മൊത്തത്തിലുള്ള ഒരു അൾസർ ആണെങ്കിലും പേഷ്യന്റിന് പെയിനും സിംറ്റംസ് കുറവായിരിക്കും. പെയിൻ ഒന്നും വലിയ അൾസറുമായിട്ട് ഇരിക്കുന്ന പേഷ്യന്റിന് പെയിൻ ഒന്നും, പക്ഷെ ബാക്ടീരിയൽ കോർണിയൽ അൾസറിന്റെ പേഷ്യന്റ് സിവിയർ പെയിൻ ആയിരിക്കും. വേറെ ഫംഗൽ കോർണിയൽ അൾസർ ദ സൈൻസ് ആർ മോർ വേർ കമ്പയർഡ് ടു സിംറ്റംസ്. സോ ദീസ് ആർ പെക്യൂലിയാരിറ്റീസ് ഓഫ് ഫംഗൽ അൾസർ. പിന്നെ ഇത് ക്ലിനിക്കലി നമ്മൾ നോക്കിയാൽ ബാക്ടീരിയൽ അൾസർ ഞാൻ പറഞ്ഞൊരു വെറ്റ് ലുക്കിംഗ് ആയിരിക്കും. വേറെ ഫംഗൽ അൾസർ ഹാസ് ഗോട്ട് എ ഡ്രൈ ലുക്കിംഗ് അപ്പിയറൻസ് ആണ്, എലിവേറ്റഡ് ആണ്, അതിന്റെ മാർജിൻസ് വിൽ ബി ഫെദറി ആൻഡ് സറൗണ്ടിങ് ദ മെയിൻ അൾസർ യു ക്യാൻ ഹാവ് ഇതൊരു ഡ്രൈ ലുക്കിംഗ് ആണ്, റേസ്ഡ് ആയിരിക്കും. പിന്നെ ചില അൾസറിൽ സറൗണ്ടിങ് ദ അൾസർ ഇങ്ങനെ ഒരു റിങ് പോലെ ഇതിനകത്തില്ല. സറൗണ്ടിങ് ദ അൾസർ യു ക്യാൻ ഹാവ് എ റിങ് ഓഫ് ഇൻഫിൽട്രേഷൻ വിച്ച് ഇസ് കോൾഡ് ദി ഇമ്മ്യൂൺ റിങ് ഓഫ് വെസ്ലി. ഇമ്മ്യൂൺ റിങ് ഓഫ് വെസ്ലി അത് ശരിക്കും ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടന്നിട്ട് ഒരു ബോർഡർ ഉണ്ടാക്കുന്നതാണ് ഇമ്മ്യൂൺ റിങ് ഓഫ് വെസ്ലി. ദെൻ ഇൻ അഡീഷൻ ടു ദ മേജർ ലീഷൻസ്, ഇതാണ് ഇപ്പൊ മേജർ ലീഷൻ എന്നുണ്ടെങ്കിൽ ഇൻ അഡീഷൻ ടു ദ മേജർ ലീഷൻ യു ക്യാൻ ഹാവ് സ്മോൾ ലീഷൻസ് adjacent to that which are called the satellite lesions. But dry looking, feathery margins, then immune ring of Wesley and satellite lesions are classical features of fungal ulcer. Immune ring ഒക്കെ വേറെയും കാണാവുന്നതാണ്, പക്ഷെ സാറ്റലൈറ്റ് ലീഷൻസ് ഒക്കെ നമുക്ക് കൂടുതലും ഫംഗൽ അൾസറിലാണ് കാണുന്നത്. And hypopyon can occur in any ulcer which is very active. And when you get typical is for pneumococcal. When you have hypopyon in fungal corneal ulcer, different from bacterial corneal ulcer is in fungal corneal ulcer the hypopyon is not sterile. ഞാൻ പറഞ്ഞു ഇവിടെ നിന്നുള്ള സെൽസ് ഇങ്ങോട്ട് വന്നിട്ടാണ് ഇതെല്ലാം കൂടെ സെറ്റിൽ ചെയ്താണ് നമുക്ക് ഹൈപ്പോപ്പിയോൺ ആവുന്നത്. ഈ ഹൈപ്പോപ്പിയോൺ ഫംഗൽ കോർണിയൽ അൾസർ ആണെന്നുണ്ടെങ്കിൽ ഈ ഹൈപ്പോപ്പിയോൺ എടുത്ത് നമ്മൾ KOH staining എടുത്തു കഴിഞ്ഞാൽ you can see the fungal hyphae in it. Whereas in bacterial ulcer you will have only this exudation of leukocytes. Polymononuclear leukocyte exudation മാത്രമേ കാണത്തുള്ളൂ. Hyphae കാണാം. Hyphae കണ്ടാൽ that is fungus. So these are the features of fungal corneal ulcer. Okay. Complications പറഞ്ഞു. Iridocyclitis എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ toxins, when the toxins go inside and produce inflammation of the iris and ciliary body, that produce itis, again inflammation, iris and ciliary body. Iris-ന് മാത്രമാണ് നമ്മൾ iritis പറയും. When ciliary body is also involved, it is called cyclitis. So kerato relates to cornea, cyclo relates to your ciliary body. Okay, so iridocyclitis. Then when you have hypopyon or inflammation, you can have an increase in IOP, so secondary glaucoma, that is one. കാരണം ഒരു കോർണിയൽ അൾസർ വന്നുകൊണ്ടാണ് IOP കൂടിയത്, അതുകൊണ്ടാണ് അതിന് സെക്കൻഡറി. there is some other cause which is producing increase in IOP, so that you have primary glaucoma and secondary glaucoma. Secondary glaucomയ്ക്ക് വേറെ ഒരു ഐ ഡിസീസ് കാരണം വരുന്നതിനെയാണ്. Then descemetocele, then perforation. These are complications of corneal ulcer. Perforation വന്നാൽ അവിടെ iris prolapse ചെയ്യാം, your lens can get dislocated or subluxated, that a portion of your lens can develop cataract. Then അവിടെ perforation sealed ആയില്ലെങ്കിൽ അത് ഓപ്പൺ ആയിട്ടിരിക്കും, that is corneal fistula. And when there is a corneal fistula, the infection can go into the inside the eye, which can produce endophthalmitis and panophthalmitis. Endophthalmitis എന്ന് പറഞ്ഞാൽ ഇന്നർ കോഴ്സിൽ മാത്രം, വിട്രിയസിലല്ല ഇൻഫ്ലമേഷൻ. ക്ലീറയും കൂടി ഇൻഫ്ലെയിംഡ് ആയി കഴിയുമ്പോഴത്തേക്ക് അത് പാനോപ്താൽമൈറ്റിസ് പറയും. ക്ലീറയുടെ പുറത്തുള്ള ഓർബിറ്റിലുള്ള ടിഷ്യൂസ് ഇൻഫ്ലെയിംഡ് ആകുമ്പോൾ ദാറ്റ് ഇസ് ഓർബിറ്റൽ സെല്ലൈറ്റിസ്. സോ 3 എൻറ്റിറ്റീസ് ആണ്, എൻഡോഫ്താൽമൈറ്റിസ്, പാനോപ്താൽമൈറ്റിസ്, ഓർബിറ്റൽ സെല്ലൈറ്റിസ്. ഈ ഓർബിറ്റൽ സെല്ലൈറ്റിസ് ആണ് ഇപ്പം കോവിഡ് കഴിഞ്ഞിട്ട് മ്യൂക്കോർമൈക്കോസിസ് കേൾക്കുന്നില്ലേ എല്ലാരും? എല്ലാരും ഉറങ്ങിപ്പോയാ? ഇല്ല മാം, ഞാൻ കേൾക്കുന്നുണ്ട്. നീ മാത്രമേ കേൾക്കുന്നുള്ളൂ?
അല്ല മാം കേൾക്കുന്നുണ്ട്. ഇപ്പൊ അല്ല ബോറിംഗ് ആണോന്ന് ചോദിച്ചാ നിർത്തണമെങ്കിൽ നിർത്താം, ഞാൻ വേറെ ദിവസം എടുക്കാം, പറഞ്ഞാൽ മതി. ഇപ്പൊ ഈ കോവിഡ് കഴിഞ്ഞിട്ട് ഐ ഇൻഫെക്ഷൻസ് പറയുന്നില്ലേ, ഓർബിറ്റോ സെറിബ്രൽ മ്യൂക്കോർമൈക്കോസിസ് കാണുന്നില്ലേ? അതില് ഈ ഓർബിറ്റൽ സെല്ലൈറ്റിസ് ആണ് നമുക്ക് ഐയിൽ വരുന്നത്. അതാണ് ഈ ഒഫ്തൽമോളജി കൺസൾട്ടേഷൻ കോവിഡ് ബോഡിയിൽ നമുക്ക് ഇഷ്ടം പോലെ വരുന്നത്. അതുകൊണ്ടാണ് ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞ് കേൾക്കുന്നില്ലേ? So that is mucor. That is another fungus which is invading the eye. Mucor is a fungus which invade in immunosuppressed individuals. അതുകൊണ്ടാണ് കോവിഡിൽ അത് അൺകൺട്രോൾഡ് ഡയബറ്റിക് പേഷ്യൻസിലാണ് പണ്ട് നമ്മൾ ഈ മ്യൂക്കോർ കണ്ടുകൊണ്ടിരുന്നത്. ബട്ട് ആൻഡ് ദ പെക്യൂലിയാരിറ്റി ഓഫ് മ്യൂക്കോർ ഇസ് ദാറ്റ് വിൽ ഇൻവേഡ് ദ ബ്ലഡ് വെസൽ. ബാക്കി ഫംഗസ് ഒന്നും അങ്ങ് വെസലിനകത്ത് ഇൻവേഡ് ചെയ്ത് കയറത്തില്ല. മ്യൂക്കോർ വിൽ ഇൻവേഡ് ദി ബ്ലഡ് വെസൽ. അതാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വെസൽ ഒക്ലൂഷൻസ് വരും, ത്രോംബോസിസ് വരും. അപ്പൊ പെട്ടെന്ന് വാസ്കുലർ സപ്ലൈ ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം നെക്രോട്ടിക് ആയി പോകത്തില്ല. ദാറ്റ് ഇസ് വൈ ഇറ്റ് പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യുമെന്ന് പറയുന്നത് അതുകൊണ്ട്. സൈനസിനകത്തൂടാണ് കയറുന്നത്. നമ്മുടെ നേസൽ ക്യാവിറ്റി കൂടെ പാരനൈസൽ സൈനസിൽ കയറി അവിടുന്ന് ഓർബിറ്റിൽ വന്നു. ഓർബിറ്റ് ഇസ് കണക്റ്റഡ് ടു യുവർ ബ്രെയിൻ. ഇറ്റ് ഗോസ് ടു ദ സെറിബ്രം. സോ പേഷ്യന്റ് വിൽ ഡെവലപ്പ് കാവേർണസ് സൈനസ് ത്രോംബോസിസ് ഇതൊക്കെ വരും. അതുകൊണ്ടാണ് പേഷ്യന്റ് പെട്ടെന്ന് ബാഡായി പോകുന്നത്. ആൻഡ് ദ ട്രീറ്റ്മെന്റ് ഗിവൺ ഇസ് ആംഫോടെറിസിൻ. ആംഫോടെറിസിൻ ഇസ് ആൻ ആന്റി ഫംഗൽ ഡ്രഗ്. അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഈ പേഷ്യൻസ് ബാഡായി പോകുന്നത്. അത്രയും കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാവരും കേൾക്കുന്നില്ലേ? അപ്പൊ അതാണ് എൻഡോഫ്താൽമൈറ്റിസ്. എൻഡോഫ്താൽമൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്ലീറയുടെയും അകത്തുള്ളത്, സ്ക്ലീറ ഇൻടാക്ട് ആണ്, സ്ക്ലീറയുടെ അകത്തുള്ള ലേയേഴ്സ് എല്ലാം ഇൻഫ്ലെയിംഡ്. പാനോഫ്താൽമൈറ്റിസ് എന്ന് പറഞ്ഞാൽ സ്ക്ലീറയും കൂടി ഇൻവോൾവ് ആയി. ഇനി സ്ക്ലീറയും കഴിഞ്ഞ് അതിന്റെ പുറത്തുള്ള ഓർബിറ്റൽ ടിഷ്യൂസ് ഉണ്ട്, എക്സ്ട്രാ ഓക്കുലർ മസിൽസ്, ഫാറ്റ്, ഇതെല്ലാം ഇൻവോൾവ്, ഓപ്റ്റിക് നെർവ്, ഇതെല്ലാം ഇൻവോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളതിനെ ഓർബിറ്റൽ സെല്ലൈറ്റിസ് എന്ന് പറയുന്നു. ഈ ഓർബിറ്റൽ സെല്ലൈറ്റിസ് ആണ് ഇപ്പൊ നമ്മൾ കേൾക്കുന്ന വേറെ ഇതിൽ മാത്രമല്ല, ഓർബിറ്റൽ സെല്ലൈറ്റിസ് വേറെ കണ്ടീഷൻസിലും വരും കേട്ടോ, ബാക്ടീരിയ ഒക്കെ വരുത്തും. കോമൺലി ഇപ്പൊ കൂടുതലും പറയുന്നത് ഓർബിറ്റിൽ വരുന്ന ഇൻവോൾവ്മെന്റ് ഓർബിറ്റൽ സെല്ലൈറ്റിസ് ആണ്. ഓക്കെ. ദെൻ ഈ പെർഫറേഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് ഐറിസിൽ നിന്ന് പെട്ടെന്ന് ചിലപ്പോൾ ആ വെസല് പെട്ടെന്ന് നമ്മുടെ അക്യൂസ് അങ്ങോട്ട് ലീക്ക് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് IUP പെട്ടെന്ന് ഡീബൾക്കിംഗ് വരുമ്പോൾ വെസൽസ് ബ്ലീഡ് ചെയ്യാം. സോ യു ക്യാൻ ഹാവ് ഇൻട്രാഓക്കുലർ ഹെമറേജ്. Then how will you manage corneal ulcer? Slit lamp examination is a must. Slit lamp ഞാൻ ഇട്ട് തന്നു. ആ ഇൻസ്ട്രുമെന്റ് വെച്ച് നോക്കിയാലേ നമുക്ക് അതിന്റെ ഡെപ്ത് എന്ത്, സൈസ് എന്ത്, സ്റ്റെയിനിങ് എടുക്കുന്നുണ്ടോ, എന്ത് ടൈപ്പ്, ഇതെല്ലാം അറിയാൻ പറ്റും. പിന്നെ കോർണിയ സ്റ്റെയിൻ ചെയ്യുന്നതിന് ഫ്ലൂറസെന്റ് സ്റ്റെയിൻ എടുക്കാം. Corneal sensation is important because in viral corneal ulcers you can have a decrease. Virus invade the nerve, so you can have decreased corneal sensation. കുറഞ്ഞിരുന്നാൽ always think of viral etiology. Then nasolacrimal duct, dacryocystitis വരുമ്പോൾ വരാമെന്ന് പറഞ്ഞു. So syringing of the nasolacrimal duct, that is important. പിന്നെ നമ്മൾ കോർണിയന്ന് ആ അൾസറിന്ന് സ്ക്രേപ്പിംഗ്സ് എടുത്തിട്ട് അത് ഓർഗനൈസ് ചെയ്താന്ന് അറിയണ്ടേ. So you take corneal scraping and examine that scraping has to be smeared onto slides, stained with gram stain or Jeansa stain. അത് gram നെഗറ്റീവ് ആണോ, gram പോസിറ്റീവ് ആണോ, ബാക്ടീരിയ ആണോ എന്നൊക്കെ അറിയാം. പിന്നെ അതേപോലെ കുറച്ച് സ്ക്രേപ്പിംഗ് എടുത്തിട്ട് ഒരു ചെറിയ ഷാർപ്പ് അല്ലാത്ത ബ്ലേഡ് വെച്ചെടുക്കാം, അല്ലെങ്കിൽ കിമുറ സ്പാറ്റുല എന്ന് പറഞ്ഞ സ്പാറ്റുല ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ സ്ക്രേപ്പിംഗ് എടുത്തിട്ട് ആ കോർണിയൽ അൾസറിന്റെ ടിഷ്യൂവിനെ ഡിബ്രൈഡ് ചെയ്ത് അതെടുത്ത് സ്ലൈഡിലോട്ട് വെച്ചിട്ട് ആണ് ഈ സ്റ്റെയിൻ ഒക്കെ ചെയ്യുന്നത്, ഗ്ലാസ് സ്ലൈഡിൽ വെച്ചിട്ട്. പിന്നെ സ്ലൈഡിൽ വെച്ചിട്ട് നമ്മൾ 10% KOH ഇടും. You put a drop of 10% KOH, put a cover slide over it and examine under microscope to see whether there are fungal hyphae. ഫംഗൽ ഹൈഫേ ഒക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ടീരിയൽ ആണോ വൈറൽ ആണോ എന്നൊക്കെ ചിലപ്പോൾ ഏറ്റിയോളജിയിൽ ഡിഫറൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പാടാണെങ്കിൽ ഇതിനെ എടുത്ത് വിട്ടിട്ട് നമ്മൾ KOH ഫംഗൽ ഹൈഫേ കാണുവാണെങ്കിൽ ഫംഗലായിട്ട് ട്രീറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എംപെറിക്കലായിട്ട് ആന്റി ബാക്ടീരിയൽ തുടങ്ങിയിട്ട് പിന്നെ ഈ ഇതിൽ നിന്ന് കൾച്ചർ ചെയ്ത് ബാക്ടീരിയ ആണോ ഫംഗസ് ആണോ, ദാറ്റ് ഇസ് മൈക്രോബയോളജിന്ന് ചെയ്യും. കൾച്ചർ ചെയ്യുന്നത് ബ്ലഡ് അഗാർ ഫോർ യുവർ ബാക്ടീരിയ, ദെൻ സാബറോസ് അഗാർ ഇസ് ഫോർ ഗ്രോത്ത് ഓഫ് യുവർ ഫംഗസ്. ഏതിലാണ് ഗ്രോത്ത് വരുന്നത് എന്നുള്ളതനുസരിച്ച് മൈക്രോബയോളജി വിട്ടിട്ട് മൈക്രോബയോളജിയിൽ നിന്നാണ് അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ always blood sugar of the patient has to be known, because diabetic patient, if you are not controlling the blood sugar, your ulcer is not going to heal. Okay.
സോ ഇത് സ്റ്റെയിനിങ്, ഗ്രാം സ്റ്റെയിനിങ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ വേറൊരു സ്റ്റെയിൻ അനദർ വൺ ലാക്ടോഫിനോൾ കോട്ടൺ ബ്ലൂ. ലാക്ടോഫിനോൾ കോട്ടൺ ബ്ലൂവിൽ യു ക്യാൻ സീ ഫംഗൽ ഹൈഫേ. സോ ദീസ് KOH ഫംഗൽ ഹൈഫേ കാണുന്നതാണ്. ഇവിടെ പറഞ്ഞേക്കട്ടെ ഞാൻ 10 മിനിറ്റ് കൂടെ എടുത്തോട്ടെ എന്ന്. സുഹൈൽ പോയാ? ഇല്ല എടുത്തോ. അതെന്ന് തീർത്തേക്കട്ടെ, അല്ലെങ്കിൽ ഇതിനായിട്ട് ഇനി വേറെ ക്ലാസ് കേൾക്കണ്ടത്. ഒരു അൺകോംപ്ലിക്കേറ്റഡ് ആണ്. അൺകോംപ്ലിക്കേറ്റ് ഡെസിമെറ്റോസീലോ പെർഫറേഷനോ ഒന്നും ഇല്ലാത്ത നമ്മൾ വരുമ്പോൾ കാണുന്ന ഒരു ചെറിയൊരു അൾസർ. അതിന് നമ്മൾ ഈ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്തിട്ട് സ്പെസിഫിക് ഏജന്റ് ഏതാണോ ആ സ്പെസിഫിക് ഏജന്റിനെതിരെയുള്ള, ബാക്ടീരിയൽ ആണെങ്കിൽ ആന്റിബയോട്ടിക് കൊടുക്കുക, ഫംഗൽ ആണെങ്കിൽ ആന്റി ഫംഗൽ കൊടുക്കുക. അപ്പൊ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഓഫ് ദ കോസ്. ഇഫ് യു ഫൈൻഡ് എനി അതർ അസോസിയേറ്റഡ് ബാക്ടീരിയോസിസ്റ്റൈറ്റിസോ വേറെ എന്തെങ്കിലും അസോസിയേറ്റഡ് ഫീച്ചേഴ്സ് ഫാക്ടേഴ്സ് കാണുവാണെങ്കിൽ അതിനെയും ട്രീറ്റ് ചെയ്യണം. So that is specific treatment of the cause. Then non-specific treatment is to relieve the symptoms of the patient. Patient നേരത്തെ പറഞ്ഞു പെയിൻ ആണ് സിംറ്റം. പെയിൻ സിംറ്റം ആണ്, പെയിൻ റിലീവ് ചെയ്യണം. ആ സീലിയറി മസിൽ സ്പാസം ആണ് പെയിൻ. അപ്പൊ സീലിയറി മസിലിനെ റിലാക്സ് ചെയ്ത് വെക്കണം. For which use atropine. The drug uses cycloplegia. Cyclo means ഞാൻ പറഞ്ഞു ciliary body. Plegia means relax. Cycloplegic agent is atropine or homatropine. These are agents which are usually used. Atropine ആണ് ideal drug. Atropine drops 1% eye drops ആയിട്ട് അവൈലബിൾ. അത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് സീലിയറി മസിൽ അങ്ങ് റിലാക്സ് ആവും. അപ്പൊ നമുക്ക് സീലിയറി സ്പാസം ഉണ്ടാവില്ല, പെയിൻ റിലീവ് ആവും. സെക്കൻഡറി ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ അതിന് ഇൻട്രാഓക്കുലർ പ്രഷർ കുറയ്ക്കാനായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കണം. സോ ഓൾ ദീസ് ആർ നോൺ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് വാട്ട് യു ഗിവ്. എപ്പിത്തീലിയം പോയിരിക്കുമ്പോൾ നമ്മൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ ലിഡ് ഇങ്ങനെ ഉരഞ്ഞുരഞ്ഞിരിക്കും. സോ പേഷ്യന്റ് വിൽ ഹാവ് ഫോറിൻ ബോഡി സെൻസേഷൻ. അപ്പൊ എന്തെങ്കിലും നമ്മളൊരു ടിയർ സപ്ലിമെന്റ് കൊടുക്കുക. ഓൾ ദീസ് ആർ നോൺ സ്പെസിഫിക് ട്രീറ്റ്മെന്റ്. അതുകൊണ്ടൊന്നും അൾസർ ഹീൽ ചെയ്തില്ല. അൾസർ ഹീൽ ചെയ്യണമെങ്കിൽ എന്താണോ കോസ് എന്ന് കണ്ടുപിടിച്ച് അതിന്റെ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. മീൻ വൈൽ ടു റിലീവ് യു ക്യാൻ ഗിവ് ദ ജനറൽ മെഷേഴ്സ്. പേഷ്യന്റ് വെളിച്ചത്തോട്ട് ഇറങ്ങും, പുറത്തേക്ക് പേഷ്യന്റ് ഇറങ്ങത്തേ ഇല്ല. അപ്പം ഡാർക്ക് ഗോഗിൾസ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കംഫർട്ടിന് വേണ്ടി ഡാർക്ക് ഗോഗിൾസും അല്ലെങ്കിൽ പാഡ് ആൻഡ് ബാൻഡേജ് ഐഡിയലി ഇപ്പൊ കൊടുക്കാറില്ല. മെയിൻലി യു ഗിവ് ഡാർക്ക് ഗോഗിൾസ്. Then vitamin C for proper healing. Then diabetes ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, സ്പെസിഫിക് ട്രീറ്റ്മെന്റ് പറഞ്ഞു. ടോപ്പിക്കൽ നമ്മൾ ഇനി ഇതൊക്കെ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത്. ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ഏജൻസ് ആർ ഗിവൺ ആസ് ടോപ്പിക്കൽ ഡ്രഗ്. ടോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോക്കലി ഒഴിക്കുന്ന സാധനം. അപ്പൊ യു ഗിവ് ഇറ്റ് ആസ് ഡ്രോപ്പ്. ടോപ്പിക്കൽ ആന്റിബയോട്ടിക് ഡ്രോപ്സ് ആണ്. അത് നോർമൽ നല്ല സിവിയർ ഇൻഫെക്ഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇഞ്ചക്ഷൻ ആയിട്ടുള്ളത് നമ്മൾ ഫോർട്ടിഫൈ ചെയ്ത് കൊടുക്കും. കാരണം ടോപ്പിക്കൽ ആന്റിബയോട്ടിക് ഏജൻസ് എല്ലാം 0.3% ഒക്കെ ഫ്ലൂറോക്കിനോൺസ് ആണ് നമ്മൾ യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. സിപ്രോഫ്ലോക്സിസിൻ ഓർ മോക്സിഫ്ലോക്സിസിൻ. അപ്പൊ അതിന് 0.3% ഡ്രോപ്സ് ആണ്. അത് മാത്രമായിട്ട് ഇത് പെൻട്രേറ്റ് ചെയ്തതൊന്നും പോകത്തില്ല. അപ്പൊ നമ്മൾ ഇഞ്ചക്ഷൻ ആയിട്ട് സെപ്റ്റാസിഡും അല്ലെങ്കിൽ പ്രോഗ്രാമൈസിന് ഇഞ്ചക്ഷൻ എടുത്തിട്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ ഡ്രോപ്സിനേക്കാളിലും ടോപ്പിക്കൽ ഏജൻസിനേക്കാളിലും കുറച്ചും കൂടെ ഫോർട്ടിഫൈഡ് ആയിരിക്കും. ദോസ് ആർ കോൾഡ് ഫോർട്ടിഫൈഡ് ഡ്രോപ്സ്. കൊടുക്കുന്നത് ഡ്രോപ്സ് ആയിട്ടാണ്, പക്ഷെ ഇഞ്ചക്ഷൻ ഡൈല്യൂട്ട് ചെയ്ത് യൂഷ്വൽ ഐ ഡ്രോപ്സിനേക്കാളും സ്ട്രെങ്തിലാക്കി കൊടുക്കും. സോ ദാറ്റ് ഇസ് ടോപ്പിക്കൽ ഏജന്റ്. ദെൻ യു ക്യാൻ ഗിവ് എ സബ് കൺജങ്ക്ടൈവൽ ഇഞ്ചക്ട്. കൺജങ്ക്ടൈവൽ അടിയിലോട്ട് ഇച്ചിരി ഇഞ്ചക്ട് ചെയ്യും. അപ്പൊ അത് ലോക്കലി കുറേ നേരം അതിന്റെ ആക്ഷൻ നിൽക്കും. ഡ്രോപ്സ് വെച്ചാൽ അത് കുറച്ച് നേരമല്ല നിൽക്കും. അപ്പൊ സബ് കൺജങ്ക്ടൈവലി കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ നേരം നിൽക്കും. ദെൻ in severe cases, you can give systemic antibiotics or antifungals also. Okay. Non-specific treatment I told, cycloplegic, lubricant drops. Pain ഉണ്ടെങ്കിൽ systemic analgesics or anti-inflammatory agents, vitamins to promote healing. ഇനി ഒരു ഇംപെൻഡിങ് നമ്മളൊരു ഡെസിമെറ്റോസീൽ കണ്ടാൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ സ്വിച്ച് ലാമ്പിൽ നോക്കുമ്പോൾ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ ബൾജിങ്, ഐറിസ് അവിടെ നല്ലോണം കാണുന്ന ഒരു ചെറിയ ഏരിയയിൽ. ദാറ്റ് ഇസ് എ ഡെസിമെറ്റോസീൽ. സോ ദർ ഇസ് എ ചാൻസ് ദാറ്റ് ഇസ് എൻ ഇംപെൻഡിങ് പെർഫറേഷൻ. എപ്പോൾ വേണേലും വരാം. പേഷ്യന്റ് IOP കൂടിക്കഴിഞ്ഞാൽ അത് പൊട്ടാം. സോ IOP കൂടുന്ന എപ്പോഴൊക്കെ ആസ് ദ പേഷ്യന്റ് നോട്ട് ടു സ്ട്രെയിൻ, കോഫിംഗ്, സ്നീസിങ്, സ്ട്രെയിനിങ് സ്റ്റൂൾസ്, ഇതെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ അതിന്റെ മെഷേഴ്സ് എടുക്കാം. പിന്നെ ഒരു പ്രഷർ ബാൻഡേജ് കൊടുക്കുക. കണ്ണടച്ചിട്ട് ഒരു പാഡ് ആൻഡ് ബാൻഡേജ് ചെയ്ത് നല്ലോണം ഒരു പ്രഷറിൽ ടൈറ്റ് ആയിട്ട് കെട്ടിയങ്ങ് വെച്ചേക്കുക. അപ്പൊ അത് ഗിവേ ചെയ്യത്തില്ല. IOP കൂടുന്നോണ്ടാണ് ഇത് ഗിവേ ചെയ്യുന്നത്. സോ ഗിവ് ഡ്രഗ്സ് വിത്ത് ലോവർ ദി IOP.
Then BCL is bandage contact lens. ഒരു പവർ ഒന്നും ഇല്ലാത്ത കോണ്ടാക്ട് ലെൻസ് ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ പ്രഷർ ബാൻഡേജ് കൊടുക്കുന്ന പോലെ ഒരു സപ്പോർട്ട് കിട്ടും. പിന്നെ സൈനോ അക്രിലേറ്റ് ഗ്ലൂ എന്ന് പറയുന്നുണ്ട്. ഗ്ലൂ ആ പെർഫറേഷൻ വരാൻ പോകുന്ന സൈറ്റില് ഒരു ഈ സൈനോ അക്രിലേറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യും. അപ്പൊ അവിടെ ഒരു ടഫ്നെസ് കിട്ടും. ഇറ്റ് വിൽ നോട്ട് പെർഫറേറ്റ്. കൺജങ്ക്ടൈവ ലിഫ്റ്റ് ചെയ്ത് അതിനെ കവർ ചെയ്ത് വെക്കും ആ പെർഫറേഷൻ വരാൻ പോകുന്നു. ദീസ് ആർ മെഷേഴ്സ് ടു പ്രിവെന്റ് പെർഫറേഷൻ. Conjunctival flap. So even if you think even with all these, it is not going to heal, you go for penetrating keratoplasty, that is PKP. Penetrating keratoplasty ആണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ corneal transplantation. Therapeutic option for keratoplasty ആണ്. കാരണം ഒരു corneal ulcer നമുക്ക് ട്രീറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ ഡ്രഗ് ഒക്കെ ഇട്ടിട്ടും അത് പ്രോഗ്രസ് ചെയ്ത് പോകുന്നു. അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പൊ ഓർഗാനിസമൽ ലോഡ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ആ അൾസർ ഉള്ള ഭാഗമുള്ള കോണിയെ മാറ്റി ക്ലിയർ കോണിയെ വേറെ ഒരാളുടെ ഡൊണേറ്റഡ് കോണിയെ എടുത്ത് വെച്ച് കൊടുക്കും. അത് കിട്ടിയാലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് സ്റ്റോറേജ് മീഡിയംസ് ഒക്കെ ഉണ്ട് നമുക്ക് സ്റ്റോറേജ്. അത് കോണിയൽ സ്റ്റോറേജിൽ അത് പറഞ്ഞു തരും. ഓക്കെ. ഇനി പെർഫറേറ്റഡ് ആയി കഴിഞ്ഞാലോ? പെർഫറേറ്റ് ഈ പറഞ്ഞ സൈനോ അക്രിലേറ്റ് ഗ്ലൂ, ചെറിയ പെർഫറേഷൻ ഒക്കെയാണ് സൈനോ അക്രിലേറ്റ് ഗ്ലൂ ഒക്കെ വെച്ച് ആ പെർഫറേഷൻ സീൽ ചെയ്യുക. അല്ലെ ബാൻഡേജ് കോൺടാക്ട് ലെൻസ് വെച്ച് പെർഫറേഷൻ സീൽ ചെയ്യുമെന്ന് നോക്കാം. If it is a large perforation, therapeutic keratoplasty is the definitive treatment. Okay. ഇനി വൈറൽ ആണെങ്കിൽ യൂഷ്വലി സിംപ്ലെക്സ് സോസ്റ്റർ അഡിനോവൈറസ് ഒക്കെയാണ്. പ്രൈമറി ഓക്കുലർ ഹെർപ്പസ്, typical appearance. These are the different types of viral keratitis. Superficial punctate keratitis, dendritic. ഇനി വൈറൽ അൾസറിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ മെയിൻലി എഴുതേണ്ട ഡെൻഡ്രിറ്റിക് അൾസർ. ഡെൻഡ്രിറ്റിക് എന്ന് പറയാൻ കാരണം അതിനിങ്ങനെ ബ്രാഞ്ചിങ് പാറ്റേൺസ് ആണ്. പിന്നെ ദീസ് ആർ അതർ പാറ്റേൺസ്, ജോഗ്രഫിക്, ഡിസ്റ്റിഫോം കെറ, ഇതൊന്നും അത്ര നിങ്ങൾക്ക് ചോദിക്കത്തില്ലേ. ഡെൻഡ്രിറ്റിക് അൾസർ മാത്രമേ ഉള്ളൂ ചോദിക്കുന്നത്. ഇതാണ് സ്ലിറ്റ് ലാമ്പ് ഓഫ് കോണിയ. ഇത് കണ്ടില്ലേ, കോണിയയിൽ ഇങ്ങനെ വെളുത്ത് കുത്തുകൾ വരുന്നതാണ് സൂപ്പർഫിഷ്യൽ പങ്ക്ടേറ്റ് കെറട്ടൈറ്റിസ്. ഈ വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് വരുമ്പോൾ ഇതുപോലെ കുറേ ലീഷൻസ് വരാം. ദിസ് ഇസ് ടിപ്പിക്കൽ ഓഫ് ഡെൻഡ്രിറ്റിക് കെറട്ടൈറ്റിസ്. ഇതല്ലേ ബ്രാഞ്ച് ഇങ്ങനെ വന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് ബ്രാഞ്ച് ചെയ്ത് പിന്നെ ഇങ്ങോട്ട് ബ്രാഞ്ച് ചെയ്തു. ദിസ് ഇസ് ടിപ്പിക്കൽ അപ്പിയറൻസ്. ആൻഡ് ദീസ് പേഷ്യൻസ് വിൽ ഹാവ് ലോസ് ഓഫ് ഡിക്രീസ് കോണിയൽ സെൻസേഷനും കാണും. ഇങ്ങനെ ഒരു പാറ്റേൺ കണ്ടിട്ട് നമ്മൾ ഡിക്രീസ് കോണിയൽ സെൻസേഷനോടെ കണ്ടാൽ ഓൾവേസ് ചെയ്യും. അപ്പൊ നമ്മൾ ആന്റി വൈറൽ ഏജന്റ് ആണ് കൊടുക്കേണ്ടത്. ഇനി അതിന്റെ എപ്പിത്തീലിയം എല്ലാം അങ്ങ് പോയി. അവിടെ എപ്പിത്തീലിയം അധികം പോകത്തില്ല. ഈ എപ്പിത്തീലിയം എല്ലാം പോയിട്ട് ഒരു വലിയ എപ്പിത്തീലിയൽ ലോസ് ആയിട്ട് വരും. ഇത് നമ്മൾ ട്രീറ്റ് ചെയ്ത് ഇതിനെയാണ് നമ്മൾ ജോഗ്രഫിക് അൾസർ എന്ന് പറയുന്നത്. ഈ ജോഗ്രഫിക് അൾസറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് സ്റ്റെയിൻ, കോണിയൽ സ്റ്റെയിൻ എടുക്കുന്ന പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഫ്ലൂറസിനുള്ള സ്ഥലമാണ്. എപ്പിത്തീലിയം പോയിരിക്കുന്ന സ്ഥലമെല്ലാം ഫ്ലൂറസിൻ എടുക്കും. ഈ ഡെൻഡ്രിറ്റിക് അൾസറിന്റെ മാർജിൻ എല്ലാം വൈറസ് ലെയ്ഡൻ സെൽസ്, ഡെഡ് സെൽസ് ആണ്. അതെല്ലാം റോസ് ബംഗാൾ എന്ന് പറഞ്ഞൊരു സ്റ്റെയിൻ ഇട്ടാൽ എടുക്കും. അപ്പൊ നമ്മൾ ഫ്ലൂറസിനും ഇട്ട് റോസ് ബംഗാളും ഇട്ടാൽ ഈ ഡെഡ് സെൽസ് എല്ലാം, മാർജിനിലുള്ള ഡെഡ് സെൽസ് എല്ലാം റോസ് ബംഗാൾ സ്റ്റെയിൻ എടുക്കും. The center which have epithelial loss will take fluorescent stain. അതാണ് ജോഗ്രഫിക് അൾസർ ആഫ്റ്റർ ഡബിൾ സ്റ്റെയിനിങ് എന്ന് എഴുതിയിരിക്കുന്നത്. ഡെൻഡ്രിറ്റിക്കിന് യു സി ദിസ് ഇസ് എ റിംഗ്, ഇങ്ങനെ ഒരു റിംഗ് ഓഫ് ഇൻഫിൽട്രേഷൻ ആണ്. എപ്പിത്തീലിയം ഒന്നും പോയിരിക്കത്തില്ല. മറ്റേതുപോലെ കുറച്ച് ഇത്രയും വൈറ്റ് ഒന്നും ആയിരിക്കത്തില്ല, കുറച്ച് കൺജഷനെ കാണത്തുള്ളൂ. ദിസ് ഇസ് ആക്ച്വലി ആൻ ഇമ്മ്യൂണോളജി ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ് വരുന്നത്. ഓക്കെ, ദീസ് ആർ നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്. ഡെൻഡ്രിറ്റിക്ക് ഓർത്തോളൂ. ഹെർപ്പസ് സോസ്റ്റർ ഒഫ്താൽമിക്കസിലും ഇത് തന്നെ. ഇത് കൂടാതെ ദീസ് ആർ ദി ലീഷൻസ് ഓഫ് ഹെർപ്പസ് സോസ്റ്റർ ഒഫ്താൽമിക്കസ്. കൺജങ്ക്റ്റിവൈറ്റിസ് വരാം, കോണിയൽ കെറട്ടൈറ്റിസ് വരാം, അത് കൂടാതെ ക്ലിയറൽ ഇൻവോൾവ്മെന്റ് വരാം, ഐറിഡോസൈക്ലൈറ്റിസ്. ദീസ് ആർ ഓൾ ഡിഫറെന്റ് ഇൻവോൾവ്മെന്റ് ഓഫ് ഹെർപ്പസ് സോസ്റ്റർ ഇൻ ദി ഐ. ഹെർപ്പസ് സോസ്റ്റർ വരുമ്പോൾ ഒരു ഡെർമറ്റോമിൽ മാത്രമായിട്ടാണ് എഫക്റ്റഡ് ആവുന്നത്. ഇതെല്ലാം സ്കിൻ ഹെർപ്പസ് വന്നു, അതിന്റെ കൂടെ ഐ ഇൻവോൾവ്മെന്റും വരും. ഇതിന്റെ ഒരു വാട്ട് ഇസ് ഹച്ചിൻസൺ സൈൻ, ഓറലിന് ചോദിക്കുന്നതാണ്. ഈ ഹെർപ്പസ് സോസ്റ്റർ വരുന്ന ആൾക്കാരിൽ ടിപ്പ് ഓഫ് ദ നോസിൽ ലീഷൻസ് ഉണ്ടെങ്കിൽ, സ്കിൻ ലീഷൻസ് ഉണ്ടെങ്കിൽ, ദാറ്റ് ഇസ് ഇൻവോൾവ്മെന്റ് ഓഫ് മീസോസീലിയറി നെർവ്. അതുണ്ടെങ്കിൽ എപ്പോഴും അവരുടെ ഐയിലും ഇൻവോൾവ്മെന്റ് കാണും. അതിനെയാണ് വെൻ യു ഹാവ് ലീഷൻസ് ഇൻ ദ ടിപ്പ് ഓഫ് ദ നോസ് യു വിൽ ഹാവ് ഇൻവോൾവ്മെന്റ് ഇൻ ദി ഐ ഓൾസോ. അതിനെയാണ് നമ്മൾ, അപ്പൊ ടിപ്പില്, നോസിന്റെ ടിപ്പില് ലീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഐ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് നോക്കണം. സോ ദാറ്റ് ഇസ് കോൾഡ് ദി ഹച്ചിൻസൺ സൈൻ. ഇത് ഡിഫറെന്റ് പാറ്റേൺസ്. ഡെൻഡ്രിറ്റിക് അൾസർ യൂഷ്വലി ഹെർപ്പസ് സിംപ്ലെക്സ്
വൈറസിലാണ് വരുന്നത്. ഹെർപ്പസ് സോഫ്റ്റർ വൈറസിൽ നമുക്ക് യൂഷ്വലി ലമിനാർ എന്ന് പറഞ്ഞ ഇങ്ങനെ കോയിൻ ഷേപ്ഡ് ലീഷൻസ് കാണും. അത്രയും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഹെർപ്പസ് വൈറൽസ് എപ്പോഴും നെർവിനെ ഇൻവോൾവ് ചെയ്യുന്നു പറഞ്ഞു. അതുകൊണ്ട് ന്യൂറോ പാരാലിറ്റിക് കെറട്ടൈറ്റിസ് വരാം, അല്ലെങ്കിൽ ട്രോഫിക് അൾസർ നേരത്തെ പറഞ്ഞു തരാം. ട്രീറ്റ്മെന്റ് ഇസ് ബൈ ടോപ്പിക്കൽ ആൻഡ് സിസ്റ്റമിക് ആന്റിവൈറൽ ഏജന്റ്. സൈക്ലോവർ ആണ് ടോപ്പിക്കലിയും സിസ്റ്റമിക്കലിയും കൊടുക്കുന്നത്. പിന്നെ അത് കൂടാതെ നോൺ സ്പെസിഫിക് ആയിട്ട് സൈക്ലോപീജിക്ക് കൊടുക്കാം. ഡിസിഫോം കെറട്ടൈറ്റിസ് ഇറ്റ് ഇസ് എ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ടു ദി വൈറൽ ആന്റിജൻ. ദാറ്റ് ക്യാൻ ബി ട്രീറ്റഡ് വിത്ത് സ്റ്റിറോയിഡ്. അല്ലാതുള്ള ഒരു ഇൻഫെക്റ്റീവ് അൾസറിനും സ്റ്റിറോയിഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് എഴുതരുത്. സ്റ്റിറോയിഡ് എഴുതിയില്ലേലും കുഴപ്പമില്ല. ബാക്ടീരിയൽ അൾസറിനും ഫംഗൽ അൾസറിനും സ്റ്റിറോയിഡ് കൊടുക്കുന്ന ആരും ആദ്യം എഴുതി വെച്ച് അപ്പഴേ വെട്ടിക്കളയും കേട്ടോ. സ്റ്റിറോയിഡ് കൊടുക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് സ്കാറിംഗ് ഒക്കെ വരുന്ന സമയത്ത്. പക്ഷെ ബെറ്റർ നിങ്ങൾ സ്റ്റിറോയിഡ് ട്രീറ്റ്മെന്റ് എഴുതാതിരിക്കും. സിവിയർ സ്കാറിംഗ് വന്ന് കോർണിയൽ ഒപ്പാസിഫിക്കേഷൻ വന്നാൽ ഇതു കെറട്ടോപ്ലാസ്റ്റി. ഓക്കെ. പിന്നെ അനദർ വൺ ഇസ് പ്രോട്ടോസോവൽ ഓർ അക്കാന്തമീബ കെറട്ടൈറ്റിസ്. ഇത് അക്കാന്തമീബ കെറട്ടൈറ്റിസ് കോമൺലി വരുന്നത് കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നത്. കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്ന ക്ലാസ് ഒത്തിരി പേരില്ലേ കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നവര്. കോണ്ടാക്ട് ലെൻസ് ഒരു കാരണവശാലും രാത്രിയിൽ എടുത്തു മാറ്റാതെ കിടന്നുറങ്ങരുത്. ഇപ്പൊ കോണ്ടാക്ട് ലെൻസ് വെയറേഴ്സിന് വരാവുന്ന കെറട്ടൈറ്റിസ് ആണ്. സിവിയർ പെയിൻ ആണ് വരുന്നത്. അതുകൂടാതെ കോണ്ടാക്ട് ലെൻസിന്റെ സൊല്യൂഷൻ ഇല്ലാതെ ടാപ്പ് വാട്ടറിൽ ക്ലീൻ ചെയ്തിടും. ദീസ് ആർ ദി ടു പ്രീഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് ഫോർ അക്കാന്തമീബ ഓർ വിച്ച് ഇസ് എ കോമണസ്റ്റ് പ്രോട്ടോസോവൻ ടു പ്രൊഡ്യൂസ് ഇൻഫെക്റ്റീവ് അൾസർ. So all who are contact lens wearers in your group, be careful of using the proper contact lens solution and never use overnight contact lens. They always minimize your wear of contact lens. രാത്രി ഒരു കാരണവശാലും ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് കിടന്നുറങ്ങരുത്. രാവിലെ എണീക്കുമ്പോൾ വരെ അറിയില്ലായിരുന്നു കേട്ടോ. സോ ടിപ്പിക്കൽ അപ്പിയറൻസ് ഇതാണ് റിംഗ് ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞത്. ഗ്രാം നെഗറ്റീവിലും വരും, അക്കാന്തമീബിയയിലും റിംഗ് ഇൻഫിൽട്രേഷൻ ആണ് വരുന്നത്. നടുഭാഗത്തെല്ലാം കോണി ഹേസി ആയിട്ടിരിക്കും, പക്ഷെ ഇൻഫിൽട്രേഷൻ മെയിൻലി റിംഗ് അൾസർ എന്നാണ് പറയുന്നത്. സിവിയർ പെയിൻ ആണ്. നമ്മൾ ഫംഗൽ അൾസർ എന്ന് പറഞ്ഞത് സൈൻസ് ആർ മോർ ദാൻ സിംറ്റംസ്. whereas in acanthamoeba keratitis is the other way around. Symptoms are more than signs. അൾസർ ചെറുതാണെങ്കിലും സിവിയർ പെയിൻ ആയിരിക്കും. പെയിൻ ഇസ് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ടു ദ ഡിഗ്രി ഓഫ് ഇൻഫ്ലമേഷൻ. പിന്നെ പാരാസെൻട്രൽ റിംഗ് ഷേപ്ഡ് ലീഷൻ. ആൻഡ് ഈ പെയിൻ വരുന്നത് ആ നെർവ് റേഡിയൽ കെറട്ടോന്യൂറൈറ്റിസ് വരുന്നതാണ്. നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ കാൽക്കോഫ്ലോർ വൈറ്റോ KOS പ്രിപ്പറേഷനിൽ കിട്ടും. കൾച്ചർ ചെയ്യുന്നത് നോൺ ന്യൂട്രിയന്റ് അഗാർ വിത്ത് ഈക്കോളൈ ഓവർലേ. ആൻഡ് ദിസ് ഇസ് എ ട്രീറ്റ്മെന്റ് വിച്ച് ഇസ് ഗിവൺ. പ്രൊപ്പാമിഡീൻ ഐസിത്യോണേറ്റ് ഇസ് എ ഡ്രഗ് വിച്ച് ഇസ് ഗിവൺ. Or polyhexamethyl biguanide. These are drugs which are used for acanthamoeba. And most of the cases will go in for, if it is not responding, go for keratoplasty. Okay. Exhausted aipoya. ഉറങ്ങി ഏതൊക്കെയോ വഴിക്ക് പോയെന്ന് തോന്നുന്നു. ബാക്കിയുള്ളത് ഞാൻ നാളെ പറഞ്ഞുതരും. ഇത്രയും തീർത്തില്ലെങ്കിൽ നാളെ ലീമയ്ക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടുകയില്ല. അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടിയെങ്കിലും കണ്ടിന്യൂ ചെയ്തു. നിർത്തിക്കോട്ടെ. ഓക്കെ. എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ കോണിയോ? അപ്പൊ ഇനി ലീമ മാഡത്തിനോട് നാളെ ചോദ്യം ഇതെല്ലാം വായിച്ചോണം ഇന്നെല്ലാവരും. നാളെ ലീമ മാഡം കോണിയൽ അൾസർ ചോദ്യം ചോദിക്കാൻ പറയുന്നത് കേട്ടല്ലേ? നാളെ അല്ല 11-ാം തീയതിയോ അല്ലേ? ഫ്രൈഡേ. ഫ്രൈഡേ. അപ്പോഴത്തേക്ക് കോണിയൽ അൾസർ അത്യാവശ്യമൊക്കെ വായി. കോണിയൽ അൾസർ എസ്സേ ചോദിക്കുന്നത്, എസ്സേ ഷോർട്ട് നോട്ട് എന്തെങ്കിലും ചോദിക്കും. ഫംഗൽ കോണിയൽ അൾസർ, ബാക്ടീരിയൽ അൾസർ ഒക്കെ ചോദിക്കാവുന്നതാണ്. അതെല്ലാം വാങ്ങിച്ചു നോക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.